പരിശുദ്ധ റമദാനിന്റെ നോമ്പ് വിശപ്പിന്റെ വില അറിയാൻ വേണ്ടിയുള്ള ഒരു പ്രധാനമായ അനുഭവമാണ് എന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യമായി പറയുകയാണ്. നമ്മുടെ പൂർവികരായ ഉപ്പമാരെയും ഉമ്മമാരെയും നമ്മൾ ഓർക്കുന്നിടത്തും അവരുടെ കഥ പറയുന്നിടത്തും അവരുടെ പട്ടിണിയെ കുറിച്ച് പറയാതെയും ഓർക്കാതെയും കഴിയില്ല എന്നത് തീർച്ചയുള്ള കാര്യമാണ്. ഒട്ടിയ വയറിലേക്ക് മുണ്ട് മുറുക്കി ഉടുത്തിട്ട് അധ്വാനിച്ച ഉപ്പയെക്കുറിച്ച് പറയാനും ഓർക്കാനും നമുക്ക് കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സാസ്ത്യം ഉണ്ടായിരുന്നു. ഇല്ലായ്മകളിൽ നിന്നും അവർ കഴിഞ്ഞു. എന്നിട്ടും കുടുംബത്തിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടന്നു. 4ഉം 5ഉം പെൺമക്കളെ വിവാഹം കഴിച്ച് 1 രൂപ പോലും കടമില്ലാതെ ആ ഉപ്പ ജീവിച്ച് തരക്കേടില്ലാത്ത ഒരു വീടും നിർമ്മിച്ച് അവസാനം ഹജ്ജും ചെയ്ത് ആ മഹാനായ പിതാവ് മരിച്ചുപോയത് ഓർക്കുന്നോടത്ത് അദ്ദേഹത്തിന്റെ ഉദരം പട്ടിണി കിടന്നത് ഒരു ക്വാളിറ്റിയായി തന്നെ നമ്മൾ കാണാറുണ്ട്. ഈ ഒരു അനുഭവം പുതിയ തലമുറക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. നമ്മുടെ കുടുംബങ്ങളിൽ പ്രായമുള്ളവർ അനുഭവിച്ച നോമ്പിന്റെ ത്യാഗം നോമ്പ് ഇല്ലാത്തപ്പോഴും അവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം റമദാൻ എളുപ്പമായിരുന്നു. നമ്മുടെ പരിസരങ്ങളിൽ പട്ടിണി കിടക്കുന്നവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. ദക്ഷിണാഫ്രിക്കയിലും എത്യോപ്യയിലും മൊറോക്കോയിലും ഒക്കെയുള്ള നമ്മുടെ മുസ്ലിം സഹോദര സമുദായത്തിൽപ്പെട്ടവർ മനുഷ്യൻ എന്ന പരിഗണനയിൽ പട്ടിണി കിടക്കുമ്പോൾ ഉദരം കൊണ്ട് അനുഭവിക്കുന്ന വേദനയെ ഒന്ന് അനുഭവിക്കാനും അതിലൂടെ ഒരു മനുഷ്യത്വം ഉണ്ടാക്കിയെടുക്കാനുമാണ് റമദാനിന്റെ നോമ്പിന്റെ പല ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു ലക്ഷ്യത്തെ മഹാന്മാരായ ചിന്തകർ പണ്ഡിതർ നമ്മുടെ മുന്നിൽ പങ്കുവച്ചിട്ടുള്ളത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ റമദാൻ സഹ അനുഭൂതിയുടെ മാസമാണ്. കുറച്ച് ഒക്കെ വയ്ക്കാം. റമദാൻ സഹ അനുഭൂതിയുടെ മാസമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹജീവികളുടെ അനുഭവത്തെ അറിയാനുള്ള ഒരു പാഠശാലയാണ് റമദാൻ. നോമ്പ് വിശപ്പിന്റെ കാഠിന്യതയെ കുറിച്ചുള്ള ഒരു ആത്മബോധം ഉണർത്തുന്നു, ഒരു മനസാക്ഷി കുത്തുണ്ടാക്കുന്നു. വിശപ്പ് എന്ത് എന്നത് ബോധ്യപ്പെടുത്താം. എത്ര വലിയ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും 11 മാസത്തെ അവന്റെ സുഖലോലുപതയിൽ ഉദരം വിശപ്പിന്റെ നോവ് അനുഭവിക്കുന്നത് അവൻ അറിഞ്ഞേ പറ്റൂ. എന്നാൽ അവൻ ഒരു മനുഷ്യനാവും. ഈ അർത്ഥത്തിൽ വിശപ്പിന്റെ കാഠിന്യതയെ ബോധ്യപ്പെടുത്തി തരാൻ ഇസ്ലാം നിർബന്ധിക്കുന്ന ഒരു സാഹചര്യമാണ് പരിശുദ്ധ റമദാൻ. ഒരാളെ മനുഷ്യനാക്കുകയാണ്. ഇതിന്റെ മഹത്വം അറിയുമ്പോ മനുഷ്യനെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഇതിൽ പങ്കാളികളാവാം. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം സഹോദര സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം തന്നെ ഈ ആരാധനയിൽ പങ്കുചേരുന്നത്, അവർ ഇതിൽ നമ്മോടൊപ്പം കൂടുന്നത് അവരിലുള്ള മനുഷ്യത്വമാണ്. നിങ്ങൾക്കറിയുമോ, ലോക ഭക്ഷ്യദിനം എന്ന് പറയുന്ന ഒരു ദിവസം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോകത്ത് ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ മാസം 16-ാം തീയതി ലോകം മുഴുവൻ ലോക ഭക്ഷ്യദിനം എന്ന് പറയുന്ന ഒരു ദിവസം ആചരിക്കുന്നുണ്ട്. ആഹാരത്തിന്റെ വിലയെ ബോധ്യപ്പെടുത്തി തരലാണത്. ഭക്ഷണത്തിന്റെ മഹത്വത്തെ അറിയിച്ചു തരലാണത്. 1945 ഒക്ടോബർ 16-ന് കാനഡയിലെ ക്യൂബക്കിൽ ലോകത്തിലെ അതിപ്രധാനപ്പെട്ട 42 രാഷ്ട്രങ്ങൾ സമ്മേളിച്ച ഒരു സമ്മേളനത്തിൽ വെച്ച് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ രൂപം നൽകപ്പെട്ട ലോക ഭക്ഷ്യ കാർഷിക സംഘടന ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ്, ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ലോകത്തെ പട്ടിണി തുടച്ചു മാറ്റുക, പോഷക മൂല്യമുള്ള ഭക്ഷണം എത്തിക്കുക എന്ന വലിയൊരു ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി അതിന്റെ ഓർമ്മപ്പെടുത്തലായി ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16-ന് ലോകം മുഴുവൻ ആചരിച്ചുകൊണ്ടിരിക്കും. ഇതൊരു ഓർമ്മപ്പെടുത്തല. മനുഷ്യനത് ഓർമ്മിപ്പിച്ചേ പറ്റൂ. ആഗോളതലത്തിലുള്ള ഒരു ചർച്ച അങ്ങനെയാണ് എങ്കിൽ 2013 ഓഗസ്റ്റ് 26-ന് ഇന്ത്യയിലും ഇതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിലെ 2/3 വിഭാഗം ജനങ്ങൾക്ക് ഈ നിയമം, ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷാ നിയമം ഉപകാരപ്പെടും. 2013 ഓഗസ്റ്റ് 26-ന് വന്ന ഈ നിയമം ഉപകാരപ്പെടുമെന്ന് നമ്മുടെ രാജ്യത്തെ പ്രമുഖരായ ദിഷണാശാലികൾ വിലയിരുത്തി കഴിഞ്ഞു.
സൗജന്യമായി പോഷകമൂല്യമുള്ള ആഹാരം എത്തിച്ചു കൊടുക്കുകയും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തി പട്ടിണി തുടച്ചു മാറ്റുക എന്നതാണ് ഇവിടെയും ലക്ഷ്യമിടുന്നത്. ഒന്നുകൂടി പറയട്ടെ, UN-ന്റെ കീഴിലുള്ള WFP എന്ന് പറയുന്ന വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സംഘടന, അതിന്റെ ഏകദേശം 3ഓളം കണക്കുകൾ ഗൂഗിൾ പ്രസിദ്ധീകരിച്ചത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഈ സംഘടന മുഖേന ലോകത്ത് കിട്ടിയിരിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ 3 കാര്യങ്ങളാണ് കൃത്യമായി അതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത്, ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ 80.5 കോടി ജനങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് ആവശ്യമായ ആഹാരമില്ലാതെയാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. ലോക ജനസംഖ്യയുടെ 80.5 കോടി ജനങ്ങൾ, 80.5 കോടി ജനങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് വേണ്ട പോഷക ആഹാരമില്ലാതെയാണ് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോക ജനസംഖ്യയുടെ മൊത്തം ജനങ്ങളിൽ 9 ആളെ എടുത്താൽ അതിലൊരാള് ഈ ഒരവസ്ഥയിലൂടെ പോകുന്നു. 9-ൽ ഒരാള് പോഷകമൂല്യമുള്ള ആഹാരം കഴിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. ഇനി നോക്കിക്കോളൂ, WFPയുടെ അടുത്ത റിപ്പോർട്ട്, ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുവിൽ 1/3 ഭക്ഷണവും മനുഷ്യൻ ഉപയോഗിക്കുന്നില്ല. നമ്മുടെയൊക്കെ വീട്ടിലുണ്ട് ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഇട്ട് വെക്കാൻ ഒരു പാത്രം. ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്? നമ്മൾ ആരെയാ ഓർക്കുന്നത്? കഞ്ഞി കുടിച്ച് അല്ല, കഞ്ഞിവെള്ളം കുടിച്ചപ്പോൾ വായയിൽ 1-2 വറ്റ് തടഞ്ഞത് ഓർക്കാനുണ്ട്. സ്കൂൾ കാലഘട്ടം, രാവിലത്തെ ഭക്ഷണം തലേ ദിവസത്തെ ആ ചോറിന്റെ കഞ്ഞിവെള്ളമായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഭക്ഷണം വേസ്റ്റ് ആകുന്നത് ഇട്ടുവെക്കാനുള്ള ബക്കറ്റ് ആ കാലഘട്ടത്തിലില്ല. പറയുന്നു, WFPയുടെ പഠനമനുസരിച്ച് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ 1/3 ഉപയോഗിക്കുന്നില്ല. അതോടൊപ്പം തന്നെ 8-ൽ ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ട്. ഇതിനെ മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് റമദാൻ. ഇതിനെ മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഭക്ഷണം വേസ്റ്റ് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ രോഗങ്ങളെ വിളിച്ചു വരുത്തുകയാണ്. ഭക്ഷണം പരമാവധി വേസ്റ്റ് ആവല്ലേ. ഭക്ഷണം വേസ്റ്റ് ആകുന്നത് നമ്മുടെ വീടിന്റെ പരിസരത്ത് തന്നെ നമ്മൾ അതിനെ ദഹിപ്പിക്കുകയാണ്. വേസ്റ്റായി വരുന്ന മനുഷ്യൻ കഴിക്കേണ്ട ഭക്ഷണത്തിൽ നിന്നും നിർഗളിക്കുന്നതായ ഹരിതഗേഹവാതകങ്ങൾ പ്രധാനമായും മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. നമ്മുടെ ജീവിത പരിസരങ്ങളിൽ അത് സാരമായ ചൂട് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നതാണ് പഠനം. കാർബൺ ചൂടാണ് വിഭാവനം ചെയ്യുന്നത്. കാർബൺ ചൂട് വിഭാവനം ചെയ്യുന്നതിന്റെ 23 ഇരട്ടി ശക്തിയിലാണ് മീഥെയിൻ ചൂട് വിഭാവനം ചെയ്യുന്നത്. മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ ചൂട് കൊണ്ട് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തിനേറെ ഹരിതഗേഹവാതകങ്ങളുടെ സാന്നിധ്യം അറ്റ്മോസ്ഫിയറിൽ വർദ്ധിച്ചാൽ ഓസോൺ പാളിക്ക് പോലും അത് സാരമായ കേടുണ്ടാക്കുമെന്ന് ശാസ്ത്രം പറയുന്നോടത്ത ഭക്ഷണം നമ്മൾ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഭക്ഷണത്തിന്റെ വില, വിശപ്പിന്റെ മഹത്വം, ഉദരത്തിന്റെ നൊമ്പരം കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ റമദാൻ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത് WFP പറഞ്ഞിരിക്കുന്നതായ ഒരു റിപ്പോർട്ട്, ലോകത്ത് പാഴാക്കപ്പെടുന്ന ഭക്ഷണം മതി ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിലെ പട്ടിണിയെ പരിപൂർണമായും തുടച്ചു മാറ്റാൻ. ലോകരാജ്യങ്ങളിലുള്ളതായ പട്ടിണി തുടച്ചു മാറ്റാൻ ഇവിടെ വേസ്റ്റ് ആവുന്ന ഭക്ഷണം മാത്രം മതി. ഇത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ആഹാരം കളയാൻ പാടില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഒരു ഹദീസ്. നമ്മുടെ കയ്യിൽ നിന്നും താഴെ വീഴുന്ന ഭക്ഷണം, അതിൽ കരടോ അതിലെന്തെങ്കിലും മറ്റേതെങ്കിലും വസ്തുക്കളോ പുരണ്ടു കഴിഞ്ഞാൽ തട്ടി മാറ്റിക്കളഞ്ഞാൽ അത് ഏകദേശം ശുദ്ധിയാകും എന്ന് കണ്ടാൽ അത് നീ കഴിച്ചേ പറ്റൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ പിശാചിന് വേണ്ടി ഉപേക്ഷിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകരാജ്യങ്ങളിൽ മുഴുവനും ചർച്ചയായ ഒരു സംഭവം, ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന പത്രം റിപ്പോർട്ട് ചെയ്ത ഒരു ചിത്രം, ഒരു ഫോട്ടോഗ്രാഫി സഹോദരൻ
അദ്ദേഹത്തിന്റെ കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ മരണത്തെ ചർച്ച ചെയ്തു ലോകം മുഴുവൻ. ഒരു ചരിത്രമാണിത്. 1993 മികച്ച വാർത്താ ചിത്രത്തിനുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന പുലിറ്റ്സർ പുരസ്കാരം കിട്ടിയ ഒരു ഫോട്ടോഗ്രാഫറാണ് ഈ പറയപ്പെട്ട കെവിൻ കാർട്ടർ. അയാൾ എടുത്ത ചിത്രം ലോകത്തുള്ള പട്ടിണിയെ ഒരു ഫ്രെയിമിൽ ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോയായിരുന്നു. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സഹോദരൻ സുഡാനിലെ അയോഡ് ഗ്രാമത്തിലെ UN ഭക്ഷണ ക്യാമ്പിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സുഡാനി ബാലന്റെ ഫോട്ടോ എടുത്തു. 1993 മാർച്ച് 23 ഈ സംഭവം നടക്കുന്നത്. അയോഡ് ഗ്രാമത്തിലെ UN ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ ക്യാമ്പിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന സുഡാനി ബാലന്റെ ചിത്രമെടുത്തു. ഇത് ലോകത്ത് നിലനിൽക്കുന്ന പട്ടിണിയെ ഒരു ഫ്രെയിമിൽ ചിത്രീകരിക്കുന്നതായി ലോകത്ത് ശ്രദ്ധിച്ചു. അദ്ദേഹം പുലിറ്റ്സർ പുരസ്കാരത്തിന് അർഹനായി. ആ പ്രഖ്യാപനം വരുന്നത് 1994 അതേ 1994 തന്നെ ഏതാനും മാസങ്ങൾക്ക് ശേഷം ജൂലൈ 27 ഈ അവാർഡ് കിട്ടേണ്ട സഹോദരൻ ആത്മഹത്യ ചെയ്തു. എന്താണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത? ഈ ചിത്രം തല ഉയർത്താനാവാതെ ഇഴയുന്ന ബാലന്റെ മരണം കാത്ത് പിന്നാലെ ഒരു കഴുകൻ വന്നു നിൽക്കുന്ന ചിത്രം. ആ ചിത്രം എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. സുഡാനി ബാലന്റെ പിന്നാലെ ഒരു കഴുകൻ, ഈ ബാലൻ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നു. നമ്മുടെ വീട്ടിലുള്ള 8 വയസ്സും 10 വയസ്സുമുള്ള മക്കളുടെയൊക്കെ പ്രായമുള്ളൂ. ഇത് കേരളത്തിലെ മിക്കവാറും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ പറയപ്പെട്ട ഭക്ഷ്യസുരക്ഷാ ദിനം വരുമ്പോൾ, ഒക്ടോബർ 16 വരുമ്പോൾ മിക്കവാറും ഈ ചിത്രം തന്നെയാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഈ കുട്ടിയുടെ പിന്നാലെ കൂടിയ കഴുകനെ ആട്ടി ഓടിക്കാതെ അവൻ ഫോട്ടോ എടുക്കാൻ പോയല്ലോ എന്ന് ജനങ്ങൾ ഇദ്ദേഹത്തെ ആരോപിച്ചും നിരൂപിച്ചും ഒക്കെ പറഞ്ഞത് മാനസികമായി സഹോദരൻ തളർത്തി എന്നുള്ളതാണ്. അദ്ദേഹം ആത്മഹത്യയിലേക്ക് എടുത്തെറിയപ്പെട്ടു. ഇത് ലോകത്തിന്റെ മൊത്തം അവസ്ഥയാണ്. എന്റെ സഹോദര, ഇവിടെ പട്ടിണിയുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ ഉപ്പമാര് വിശപ്പ് സഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വേദനയെ ഒരിക്കലെങ്കിലും നമ്മുടെ പച്ച ശരീരത്തിൽ കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ മനുഷ്യനെ സംസ്കരിക്കാനല്ലേ റമളാൻ? എങ്ങനെയാ സംസ്കരിക്കാം? മനുഷ്യനെ മനുഷ്യനാക്കലാണ് റമളാൻ. അതിന് വേണ്ടുന്നതായ ഏറ്റവും വലിയ പാഠശാല ഈ പട്ടിണി ഒന്നും അറിയല. നമ്മുടെ മക്കളെ എപ്പോഴാ അല്ലാതെ പട്ടിണി അറിയാം? ഏത് ആഹാരത്തിനോട് അവർക്ക് താല്പര്യമില്ലായ്മ. ഇന്ന് എത്ര തരത്തിലുള്ളതായ ആഹാരത്തിന്റെ വ്യവഹാരങ്ങളാണ് ജീവിതത്തിന്റെ പരിസരങ്ങളിൽ നാം കാണുന്നത്. ഈ അവസ്ഥയിൽ ഒരു മനുഷ്യൻ റമളാൻ കൊണ്ട് നന്നാവലാണ്. ആത്മസംസ്കരണത്തിന്റെ പാഠശാലയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ നന്നാവണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരണം. പട്ടിണി കൊണ്ട് മാറേണ്ടതായ ചില മനസ്സുകളാ നമ്മുടേത്. ഞാൻ ഓർത്തു പോകുന്നത് പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ദറസ് കഴിഞ്ഞാൽ പരീക്ഷയിലേക്ക് പിന്നെയും ആഴ്ചകളുള്ളപ്പോ മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദ് ചോദിക്കും, ഇനി ഏത് കിതാബാ മക്കളെ നിങ്ങൾക്ക് വേണ്ടത്? ഓതി പഠിക്കാൻ വേണ്ടി ഉസ്താദ് ദറസ് എടുത്തു കൊടുക്കുന്ന കിതാബുകളുടെ കൂട്ടത്തിൽ കുട്ടികൾ പലതും പേര് പറയുന്നോടത്ത് ഒരു വർഷം കുട്ടികൾ പേര് പറഞ്ഞത് ഇമാം ഗസാലിയുടെ ഇഹ്യാ ആണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ ഓതണമെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് അവരുകൾ കുട്ടികളോട് പറഞ്ഞത്, നിലവിൽ നിങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുന്ന 3 നേരത്തെ ഭക്ഷണത്തിലെ 2 നേരത്തെ ഭക്ഷണം ഒഴിവ് പറഞ്ഞോളൂ. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ മാത്രം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇഹ്യ ഓതി തരാമെന്ന് ശൈഖുന കാളമ്പാടി ഉസ്താദ് പറഞ്ഞത് ചില സന്ദർഭങ്ങളിൽ മനസ്സിൽ തട്ടണമെങ്കിൽ നമ്മുടെ ഉദരം പട്ടിണി കിടക്കൽ നിർബന്ധമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമളാൻ ത്യാഗമാണ്. താല്പര്യങ്ങളെ അല്ലാഹുവിന് വേണ്ടി ത്യജിക്കുന്ന മാസമാണ് റമളാൻ. താല്പര്യങ്ങളെ അല്ലാഹുവിന് വേണ്ടി ത്യജിക്കുന്നുണ്ടോ? മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി താല്പര്യങ്ങളെ ത്യജിക്കുന്നോടത്ത് യഥാർത്ഥത്തിൽ ഇബ്ലീസ് മാറിപ്പോകുന്നു. അല്ലാഹു നമ്മുടെ മുന്നിൽ നിന്നും ഇബ്ലീസിനെ മാറ്റിക്കളയുകയാം. ഇബ്ലീസ് എന്റെ സൗണ്ട് അടഞ്ഞിരിക്കല്ലേ, ചുമ വരിപ്പ്. പിശാചിനെ മാറ്റണമെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളെ നമ്മൾ അവഗണിക്കേണ്ടിയിരിക്കുന്നു. മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, അൽ മുറാദു ബിസ്സൗമി തഹ്റു അദുവില്ല. നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ
അള്ളാഹുവിന്റെ ശത്രുവിനെ ആട്ടി ഓടിക്കലാണ്, അവനെ ജയിച്ചടക്കലാണ്. ഫഇന്ന വസീലത ശൈത്താൻ, പിശാച് ഒരാളുടെ മുന്നിലേക്ക് വരുന്നത്, ബിശ്ശഹ്വ, താല്പര്യമുള്ളപ്പോഴാണ് പിശാച് വരാം. താല്പര്യമുള്ള കാര്യത്തിലാ പിശാച് കടന്നു വരാം. നമുക്ക് താല്പര്യമുള്ള കാര്യത്തിൽ പിശാച് വരുന്നു. പിശാച് വരുന്നത് താല്പര്യത്തിന്റെ കൂടെയാണ് എങ്കിൽ താല്പര്യം വരുന്നത് തിന്നലും കുടിക്കലും കൂടുമ്പോഴാ. ഒരാൾക്ക് എണീക്കാൻ പറ്റണില്ല, ആരോഗ്യമില്ല, നല്ല വിശപ്പുണ്ട്, തളർന്നു കിടക്കാണ്. അവനോട് പറയാണ് നമുക്കൊന്ന് ലുലുമാടി പോയിട്ട് വന്നാലോ. ഓ, എന്നോട് പറ്റൂല, താല്പര്യമില്ല. ശരിയല്ലേ? താല്പര്യമില്ലാത്ത മനുഷ്യന്റെ കൂടെ പിശാച് കൂടൂല. നമ്മൾ പറയാറുണ്ടല്ലോ, ചില ആളുകൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ പറയാറുണ്ടല്ലോ, തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയത് കൊണ്ട് അവൻ അങ്ങനെ ചെയ്തത്. അവളെ എന്താ അങ്ങനെ ചെയ്തതെന്നറിയുമോ? വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലല്ലോ, തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയത് കൊണ്ടാ. അതാണ് മഹാന്മാര് പറഞ്ഞത്, മനുഷ്യന്റെ താല്പര്യത്തിന്റെ പിന്നാലെ പിശാച് വരണമെങ്കിൽ താല്പര്യം എന്തിന്റെ പിന്നാലെയാ? ഭക്ഷണത്തിന്റെയും പാനത്തിന്റെയും കൂടെയാ. ഭക്ഷണവും പാനവും കൂടുന്നു, അതിന്റെ പിന്നാലെ താല്പര്യം കൂടുന്നു, താല്പര്യത്തിന്റെ പിന്നാലെ പിശാച് വരുന്നു. അതുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങളെ കുറയ്ക്കാൻ ഭക്ഷണത്തിൽ നിയന്ത്രണം വേണേ. നിങ്ങൾക്കറിയുമോ, ഞാനൊരു മഹാനെ പറയാം, ഒരുപാട് സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ച മഹാൻ, ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളിലൂടെയും ജീവിച്ച മഹാൻ, കോടിക്കണക്കിന് രൂപ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വലിച്ചെറിഞ്ഞ മഹാൻ, എത്രയോ പ്രാവശ്യം വിപൽഘട്ടങ്ങളിൽ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ പിടിച്ചു നിർത്തിയ മഹാൻ ആരാണെന്നറിയുമോ? മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചില്ലറക്കാരനല്ല, സിദ്ദീഖ് തങ്ങൾ ചില്ലറക്കാരനല്ല. അള്ളാഹുവിന്റെ ഹബീബ് കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്റെ നേതാവെന്ന് പറയാൻ എന്നല്ല, അഫ്ളലുൽ ബശ്രി ബഅദൽ അംബിയാഇ തഹ്ഖീഖ അബൂബക്കറിന് സിദ്ദീഖ്. അള്ളാഹുവിന്റെ അംബിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ മാനവകുലം കണ്ട ഏറ്റവും വലിയ മഹാൻ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളവർ പറഞ്ഞ ഒരു വാക്ക് ഞാൻ പറയട്ടെ. ഇമാം ഗസാലിയുടെ മുകാശഫത്തുൽ ഖുലൂബിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾ പറയാ, മാ ശബിഉതു മുൻദു അസ്ലംതു ലിഅജിദ ഹലാവത്തുൽ ഇബാദ. ഞാൻ മുസ്ലിമായ ശേഷം എന്റെ വയറ് ഞാൻ നിറച്ചിട്ടില്ല. ഞാൻ മുസ്ലിമായ ശേഷം എന്റെ വയറ് ഞാൻ നിറച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നറിയുമോ? എന്റെ ഇബാദത്തിന്റെ ലഹരി എനിക്ക് കിട്ടാൻ വേണ്ടി. ഇബാദത്തിന്റെ ലഹരി തറാവീഹ് നിസ്കാരത്തിലൊക്കെ ഒന്ന് കാണാം. ചില മുഖങ്ങൾ കണ്ടാൽ ചിരി വരും. എന്തുകൊണ്ട്? സമൂസ കൊണ്ട് തുടങ്ങിയതാണ്. അല്ലാഹുവേ, പിന്നെ അങ്ങ് തറാവീഹിലേക്ക് വരുമ്പോഴേക്കും വയറക്കങ്ങ് വീർത്ത് ആ അവസാനത്തെ മടക്കും നിവർത്തിയിട്ട് ആ തറാവീഹിലേക്ക് വരാം. ചില ആൾക്കാർ കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കണം കണ്ടാൽ തോന്നും ആ പെൺകുട്ടിയുടെ വാപ്പനെ കൊല്ലാൻ വന്നവനാന്ന്. എന്താ അടിച്ചങ്ങോട്ട് കയറ്റല്ലേ? ഒരു നോട്ടമല്ല. സാധാരണ പറയാറുണ്ടല്ലോ, മരുന്ന് കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിച്ചാൽ, മരുന്ന് കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിച്ചാൽ, ഭക്ഷണം കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കേണ്ടതില്ല. അങ്ങനെ ഒരു അവസ്ഥ വരില്ല. മരുന്ന് കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കണം. എങ്ങനെയാ മരുന്ന് കഴിക്ക? മരുന്ന് അല്പമാ കഴിക്ക. എത്രയോ മില്ലി ഗുളിക തന്നെയാണ് എങ്കിലും എത്രയോ ചുരുക്കം എണ്ണം. ചിലപ്പോ ഒന്ന് പകുതിയാക്കേണ്ടി വരും. ഒന്ന് വീതം 3 നേരമെന്ന് പറയും, പകുതി വീതം 2 നേരമെന്ന് പറയും. സഹോദരാ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം കൃത്യമായ നിലപാട്, വീക്ഷണമുള്ള മതമാണ്. എന്നിട്ടെന്തേ മുസ്ലിം എന്ന് പറയുന്ന നമുക്കത് കിട്ടിയില്ലേ? പരിശുദ്ധ റമദാൻ നമുക്ക് പ്രഹരം തരികയാ, നമ്മുടെ ഉദരത്തെ പ്രഹരിക്കാ, നമ്മെ നന്നാക്കുകയാ, ചിന്തകളും നിലപാടുകളും മാറ്റുകയാ.
പെരുന്നാളിന്റെ അന്ന് രാവിലെ ചായ കുടിക്കാൻ നമുക്കൊരു ചെറിയ പ്രയാസം പലപ്പോഴും തോന്നാറുണ്ട്. പെരുന്നാളിന്റെ അന്ന് ഉച്ച സമയത്ത് ചോറ് കഴിക്കാൻ ഒരല്പം പ്രയാസം നമുക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ട്? ഇക്കഴിഞ്ഞ 30 ദിവസം നമ്മൾ നോമ്പെടുത്തപ്പോ നമ്മുടെ ശരീരം ശീലിച്ച ഒരു ശീലമുണ്ട്, നമ്മെ സംസ്കരിച്ചു, ആർത്തിയിൽ നിന്നും പിന്നോട്ട് വലിച്ചു. എന്നാൽ നോമ്പ് കൊണ്ടുള്ള ഈ പറയപ്പെട്ടതായ മനുഷ്യത്വം നിർമ്മിച്ചെടുക്കുന്ന ഈ ലക്ഷ്യത്തിലേക്ക് എന്റെ നോമ്പ് കൊണ്ടോ നിങ്ങളുടെ നോമ്പ് കൊണ്ടോ നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും ഈ പ്രമേയം ലോകത്ത് വീണ്ടും ചർച്ച ചെയ്യേണ്ടതാ. എന്റെ പ്രിയമുള്ളവരെ, മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ അല്പമാണ് കഴിക്കുന്നത്. മരുന്ന് കഴിക്കുമ്പോൾ അല്പം കഴിക്കുന്നു എന്നതിലുപരി അത് സമയത്ത് തന്നെ കഴിക്കണേ. സമയത്ത് തന്നെ കഴിക്കണം. സമയം തെറ്റിയാൽ ആ മരുന്നിന് ഫലമില്ല. സമയം തെറ്റിയാൽ രാത്രി കഴിക്കേണ്ട ഗുളിക ഒരു സഹോദരൻ നേരം പുലർന്നപ്പോ കഴിച്ചു. എറണാകുളത്തേക്ക് കാർ ഓടിച്ചു പോയി. അദ്ദേഹം കളമശ്ശേരി കഴിഞ്ഞു. അദ്ദേഹം വാഹനം മറിഞ്ഞു. വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അദ്ദേഹം വാഹനം മറിഞ്ഞു വീഴാനുള്ള കാരണമായി അദ്ദേഹം തന്നെ വിലയിരുത്തി ഗുളിക കഴിച്ചത് മാറിപ്പോയി. അങ്ങനെയാണ്. ഓരോന്നിനും ഒരു ടൈമുണ്ട്. ആഹാരത്തിന് സമയമുണ്ട്. സമയം തെറ്റി ആഹാരം കഴിക്കുന്നവരാ നമ്മൾ. അല്ലാതെ പറയാൻ പറ്റോ? എന്റെ പ്രിയമുള്ളവരെ, ഇസ്ലാം പറയുന്നു സമയബോധം വേണമെന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ജഅല അശ്-ശംസ ദിയാഅ والقمر نورا وقدره منازل لتعلموا عدد السنين والحساب. ആകാശത്തിന് അഴക് പകരാൻ അമ്പിളിയുണ്ട്. ആകാശത്തിൽ പ്രശോഭിതമായി സൂര്യനുണ്ട്, വെയിലുണ്ട്, വെളിച്ചമുണ്ട്. ആഴ്ചയെ 7 ദിവസമായി അറിയുന്നുണ്ട്. മാസത്തെ 30 ദിവസമായി നിങ്ങൾ പരിഗണിക്കുന്നുണ്ട്. ജീവിതത്തിൽ കൃത്യമായ സമയബോധമുണ്ടാവാൻ വേണ്ടിയാണ് സൂര്യചന്ദ്ര നക്ഷത്രാങ്കിത ഗോളങ്ങളെ അല്ലാഹു പടച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ സമയബോധം നമുക്കില്ല. ആഹാരം കഴിക്കാൻ നമുക്ക് സമയബോധമില്ല. ഗുളിക കഴിച്ചു, മരുന്ന് കഴിച്ചു, സമയത്തിനാ കഴിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, ആരാ ഇന്ന് സമയത്തിലേക്ക് നോക്കാ? പഴയ കാലത്ത് ക്ലോക്കുകൾ, ഘടികാരങ്ങൾ വ്യാപകമല്ലാത്ത കാലഘട്ടത്തിൽ സൂര്യന്റെ നിഴല് നോക്കിയിട്ട് അല്ലെങ്കിൽ വെയിൽ നോക്കിയിട്ട് 10 മണിച്ചെടി വിടരുന്നത് നോക്കിയിട്ട് ഓടിന്റെ വിടവിലൂടെ പുറത്തേക്ക് വന്ന അകത്തേക്ക് വന്ന പ്രകാശത്തിൽ കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള വെളിച്ചത്തെ കണക്ക് കൂട്ടിയിട്ട് മീൻകാരൻ പോകുന്നത് കണക്ക് കൂട്ടിയിട്ട് ലുഹറിലേക്ക് അടുത്തു എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്ന ഒരു സമയബോധം ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് ലുഹറും അസറും കൂടിയിട്ട് ആ 3:45 കൊണ്ടുവന്നിട്ട് കിതാബിലില്ലാത്ത ഒരു സാധനമുണ്ട്, ജാമാക്കി നിസ്കരിക്കാം. ജമ്മും കസറും കിതാബിലുണ്ട്, ജാമ് കിതാബിലില്ല. ലുഹറിനെ കൊണ്ടുവന്നിട്ട് അസറിലേക്ക് ജാമാക്കിയിട്ട് നിസ്കരിക്കുന്ന ഒരു പരിപാടി മുസ്ലിമീങ്ങളിലുണ്ട്. സമയബോധമില്ല. ഭക്ഷണത്തിൽ വേണം മരുന്ന് പോലെ തന്നെ ഭക്ഷണത്തിനും വേണം. നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ വരുന്നോടത്ത് റമദാൻ ഒരു കൃത്യമായ ടൈം ടേബിൾ നമുക്ക് തരികയാണ്. കൃത്യമായി തന്നെ പറഞ്ഞു, ഇശ നിസ്കരിക്കുന്നതിന്റെ മുന്നെയാണ് അത്താഴം കഴിക്കേണ്ടത്. ഇത് മതത്തിൽ ഒരു ആചാരമാണ്, അല്ലെങ്കിൽ അനുഷ്ഠാനമാണ്. അതിന്റെ ഒരു ക്രമീകരണം തന്നെ. നമ്മളൊക്കെ അറബി പഠിച്ചവരല്ലേ? ആദ്യം ഫതഹ്, പിന്നെ കസർ, അത് കഴിഞ്ഞ് ലമ്മ് അല്ലേ? ഫതഹ്, അത് കഴിഞ്ഞ് കിസർ, അത് കഴിഞ്ഞ് ലമ്മ്. ഞാനൊരു പദം ഇവിടെ പരിചയപ്പെടുത്താം. ആ പദം അശാ എന്നതാണ്. അശാ ഐനിന് ഫതഹാണ് അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു പദമുണ്ട് ഇശാ എന്നത്. ഐനിന് കസ്ർ. സ്വാഭാവികമായും ഫതഹ്, കസ്ർ, ഈ ക്രമീകരണത്തിൽ ആദ്യം വരേണ്ടത് ഏതാണ്? അശാ. അതിനുശേഷമാണ് ഇശാ. ഉഷാ ഇല്ല. അശാ, ഇശാ, അങ്ങനെയാണല്ലോ വരേണ്ടത് ഫതഹ്, കസ്ർ എന്ന ഓർഡറിൽ. എന്താണ് അശാഇന്റെ അർത്ഥം? അശാഇന്റെ അർത്ഥം അത്താഴം. ഇശാ നമ്മുടെ ഇശാ നിസ്കാരം. ഈ പദക്രമീകരണത്തിൽ പോലും നമ്മുടെ ആഹാരത്തിന്റെ ടൈം ടേബിൾ ഉണ്ട്.
എന്നാൽ നമ്മുടെ നാട്ടിൽ പച്ച നിറത്തിലുള്ള ട്യൂബ് ലൈറ്റ് തെളിയുന്നോടത്തും 12 മണി കഴിഞ്ഞും ഭക്ഷണമുണ്ടല്ലോ. ഒരുപാട് ക്രമം തെറ്റിയ ആഹാര ക്രമീകരണങ്ങൾ ജീവിതത്തെ പല നിലക്ക് വരിഞ്ഞു മുറുക്കുകയാണ്. കേട്ടോളൂ, എന്തുകൊണ്ടാണ് റമളാനിൽ അല്ലാഹു നോമ്പെടുക്കുക എന്ന പ്രവൃത്തിയെ ഈ പട്ടിണി കിടക്കുക എന്ന രീതിയിലേക്ക് ആവിഷ്കരിച്ചതെന്നറിയുമോ? റമളാനിന്റെ നോമ്പെന്ന് പറഞ്ഞാൽ 5000 മീറ്റർ നടക്കലാണ്, ഓടലാണ് എന്ന പ്രവൃത്തി കൊണ്ട് ആവിഷ്കരിക്കാമായിരുന്നു. അങ്ങനല്ല ചെയ്തത്. പകലന്തിയോളം പട്ടിണി കിടക്കണം, അതാണ് റമളാനിന്റെ നോമ്പ്. ഈ ഒരു സംവിധാനത്തിലേക്ക് നോമ്പിനെ വ്യാഖ്യാനിക്കപ്പെട്ടപ്പോ, നോമ്പിനെ നിർവചിക്കപ്പെട്ടപ്പോ അതിനൊരു മതപരമായ ഐഡിയ ഉണ്ടെന്ന് മഹാന്മാരായ സൂഫിയാക്കൾ രേഖപ്പെടുത്തുകയാണ്. റുവിയ ഫീ മശ്റൂഇയ്യത്തി സൗമി അന്നല്ലാഹു തആല ഖലഖൽ അഖല. അല്ലാഹു മനുഷ്യന്റെ ബുദ്ധിയെ പടച്ചു. എന്നിട്ട് മനുഷ്യന്റെ ബുദ്ധിയോട് അല്ലാഹു പറഞ്ഞു, അഖ്ബിൽ, മുന്നോട്ട് വന്നേ. മനുഷ്യന്റെ ബുദ്ധിയോട് പറഞ്ഞു, അഖ്ബിൽ ഫഅഖ്ബല. മനുഷ്യന്റെ ബുദ്ധി അല്ലാഹു വിളിച്ചോടത്തേക്ക് ചെന്നു. സുമ്മ ഖാല അദ്ബിർ. പിന്നെ അല്ലാഹു പറഞ്ഞു, തിരിഞ്ഞു പോയേ. മനുഷ്യന്റെ ബുദ്ധി അല്ലാഹു പറഞ്ഞതനുസരിച്ച് തിരിച്ചുപോയി. ഇങ്ങനെ വന്നപ്പോ അല്ലാഹു ആ ബുദ്ധിയോട് ചോദിച്ചു, വിധേയത്വ ബോധമുള്ള ബുദ്ധിയെ, മൻ അൻത വമൻ അന, ഞാനാരാ നീ ആരാ ബുദ്ധിയെ? മനുഷ്യന്റെ ബുദ്ധി പറഞ്ഞു, അല്ലാഹുവേ, അൻത റബ്ബീ, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാണ് നീ. പടച്ച തമ്പുരാനെ, ഞാൻ ആരാണെന്നറിയോ? നിന്റെ ദുർബലനായ അടിമയാണ് തമ്പുരാന് ഞാൻ. അല്ലാഹു ഈ രീതിയിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ കൃത്യമായ മറുപടി പറഞ്ഞ ബുദ്ധിയോട് അല്ലാഹു പറഞ്ഞു, അല്ലാഹനെ ബോധ്യപ്പെട്ടവനാ ബുദ്ധിയെ നീ ഇസ്സത്തുള്ളവനാണെന്ന് അല്ലാഹു പറയുകയാ. പിന്നെയാണ് മനുഷ്യന്റെ ശരീരത്തെ അല്ലാഹു പടക്കുന്നത്. മനുഷ്യന്റെ ശരീരത്തെ പടച്ചിട്ട് അല്ലാഹു മനുഷ്യ ശരീരത്തോട് പറഞ്ഞു, അഖ്ബിലി, മനുഷ്യ ശരീരമേ നീ ഒന്ന് ഇങ്ങ് വന്നാലും. മനുഷ്യന്റെ ശരീരം പറഞ്ഞു, ഞാൻ വരൂല, നീ ഇങ്ങ് വന്നാലും ഞാൻ വരൂല. അല്ലാഹുവിനോട് മറുപടി കൊടുക്കാതെ വന്നപ്പോൾ, അനുസരിക്കാതെ വന്നപ്പോ അല്ലാഹു ചോദിച്ചു നോക്കി, ആരാണ് ശരീരമേ നീ? ഞാനാരാണ് ശരീരമേ? മനുഷ്യന്റെ ശരീരം പറഞ്ഞു, അന അന, ഞാൻ ഞാനാ, നീ നീയാണെന്ന് പറഞ്ഞു. മഹാന്മാരായ സൂഫിയാക്കള് പറയാ, മനുഷ്യന്റെ പച്ച ശരീരത്തിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ കണ്ടോ? ഈ ശരീരത്തെ ഒന്ന് സംസ്കരിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന്റെ ശരീരത്തെ തീയിൽ കൊണ്ടുപോയി 100 കൊല്ലം ഇടുകയാണ്. 100 കൊല്ലം മനുഷ്യന്റെ ശരീരം തീയിൽ. 100 കൊല്ലം കഴിഞ്ഞു. എന്നിട്ടോ അല്ലാഹു വീണ്ടും ആ ശരീരത്തെ പുറത്തെടുത്തു. ചോദിച്ചു, മന്നന്ത വമന്നന, നീ ആരാണ് ശരീരമേ? ഞാൻ ആരാ? 100 കൊല്ലം മുമ്പ് പറഞ്ഞ അതേ വർത്താനം തന്നെ ശരീരം തിരിച്ചു പറഞ്ഞു, അല്ലാഹുവേ, നീ നീയാ, ഞാൻ ഞാനാ. പിന്നെ അല്ലാഹു തആല മനുഷ്യന്റെ പച്ച ശരീരത്തെ വിശപ്പെന്ന് പറയുന്ന വികാരത്തിന്റെ അകത്തേക്ക് 100 കൊല്ലം ഇടുകയാണ്. 100 കൊല്ലം വിശക്കുന്ന ശരീരം 100 കൊല്ലം പൂർത്തിയായ ശേഷം പുറത്തെടുത്തിട്ട് അല്ലാഹു ചോദിച്ചു, ശരീരമേ നീ ആരാ? ഞാൻ ആരാ? ആ സമയത്ത് ശരീരം പറഞ്ഞു, അല്ലാഹുവേ, നീ ജഗന്നിയന്താവായ തമ്പുരാനാ, ഞാൻ നിന്റെ വെറും ദുർബലനായ അടിമയാണ് അല്ലാ. ഇത് മനുഷ്യനെ ചരിത്രപരമായി ബോധിപ്പിച്ചു, നിന്നെ സംസ്കരിക്കാൻ വിശപ്പ് തന്നെ വേണം. നിന്നെ സംസ്കരിക്കാൻ വിശപ്പ് തന്നെ വേണം. എന്റെ സഹോദര, വിശക്കുമ്പോൾ താല്പര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോവൂല. തളർച്ച വരുമ്പോൾ താല്പര്യത്തിന്റെ പിന്നാലെ പോവൂല. താല്പര്യത്തിന്റെ പിന്നാലെ പോകാത്തപ്പോൾ ഇബ്ലീസ് പിന്നാലെ വരൂല. താല്പര്യമില്ലാത്ത കാര്യത്തിന്റെ കൂടെ ഇബ്ലീസ് വരാറില്ല. താല്പര്യമില്ലാത്ത ഒരു കാര്യം ഞാൻ ഉദാഹരണമായി പറയാം. വെള്ളിക്കുളങ്ങര മുസ്ലിം ജമാഅത്തിന്റെ ഈ വഅദ് പരിപാടി കഴിഞ്ഞ് പിരിഞ്ഞു. സ്വാഭാവികമായും രാത്രി വൈകിയാ നമ്മൾ കിടക്കുക. 4:30 മണിക്ക് അലാറം വെച്ചാൽ നമുക്ക് സുഖമായി തഹജ്ജുദ് നിസ്കരിക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ 4:30 മണിക്ക് നല്ലൊരു മഴയും കൂടി കിട്ടിയാൽ ശരീരത്തിന് താല്പര്യമില്ല, എഴുന്നേറ്റ് പോരാൻ. താല്പര്യമില്ലാത്തോടത്ത് പിശാച് വരൂല.
പിശാചിനെ അകറ്റാൻ വേണ്ടിയാണ് റമദാന്റെ നോമ്പ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വഹീഹ് മുസ്ലിം ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ സുഫിദത്തിശ് ശയാത്തീൻ പിശാചിനെ കെട്ടിയിടപ്പെടുന്നതായ നാളുകളാണ് റമദാൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ താല്പര്യങ്ങളെ അവഗണിച്ചു, പിശാച് പിന്നാലെ വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഖൽബ് നന്നാവും. എന്തിനാ നോമ്പ്? നോമ്പ് എന്തിനാ? പൂർവീക സമൂഹങ്ങൾ മുഴുവനും നോമ്പെടുത്തതല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം كما كتب على الذين من قبلكم لعلكم تتقون. മനുഷ്യകുലത്തിന് മുഴുവനും നോമ്പ് നിർബന്ധമായിരുന്നു. നിങ്ങൾക്ക് നിർബന്ധമായത് ആദ്യമായിട്ടല്ല. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, പൂർവീക സമൂഹങ്ങൾ അഖിലം നോമ്പെടുത്തവരാണ്. അവരോടും നിങ്ങളോടും നോമ്പെടുത്തതിന്റെ ലക്ഷ്യമല്ല പറഞ്ഞത്, ലഅല്ലകും തത്തഖൂൻ, ഹൃദയം നന്നാവാൻ. എന്നെ കേൾക്കുന്ന ഈ സദസ്സിൽ 50 കൊല്ലം നോമ്പെടുത്തവരുണ്ടാവുമല്ലോ, 60 കൊല്ലം നോമ്പെടുത്തവരുണ്ടാവുമല്ലോ. എന്നെ കേൾക്കുന്നവരിൽ 20 കൊല്ലം നോമ്പെടുത്തവരുണ്ടാവുമല്ലോ. ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കൊല്ലത്തെ നോമ്പ് വേണ്ട, ഏതെങ്കിലും ഒറ്റ നോമ്പ് കൊണ്ട് ഹൃദയം നന്നായവൻ ഞാനാണെന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. നോമ്പ് അതിന്റെ ലക്ഷ്യത്തിൽ പോയില്ല. കാരണം പട്ടിണിയുടെ വിലയെ മനസ്സിലാക്കാതെ നോമ്പെടുത്തു പോയി. സഹോദരന്മാരെ, ഇപ്പോഴാണ് അബൂബക്കർ തങ്ങൾ പറഞ്ഞത് നമുക്ക് ഒന്നുകൂടി ബോധ്യപ്പെടാ. ഞാൻ മുസ്ലിമായ അന്ന് മുതൽക്ക് എന്റെ വയറ് നിറച്ച് ഞാൻ ഭക്ഷണം കഴിച്ചില്ല. എന്തുകൊണ്ട്? ഞാൻ ചെയ്യുന്ന ഇബാദത്തിന്റെ ലഹരി എനിക്കൊന്ന് കിട്ടാൻ വേണ്ടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം ഗസാലിയുടെ മുകാശഫയിൽ തന്നെ ഒരു ഹദീസ് കാണാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ലാ തുക്സിറുൻ നൗമ വൽ അഖ്ലാ, തീറ്റയും ഉറക്കവും നിങ്ങൾ കൂടുതൽ ആക്കല്ലേ. എന്തുകൊണ്ടെന്നറിയുമോ? തിന്നലും ഉറങ്ങലും കൂടിക്കഴിഞ്ഞാൽ അതുവഴി നിങ്ങളുടെ ഹൃദയം ചത്തുപോകും, ഈമാൻ ഖൽബിലേക്ക് വരൂല. നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ഹബീബ് പറയുന്നുണ്ട്, നട്ടുപിടിപ്പിച്ചതായ ചെടുത്തണ്ടിന്റെ ചുവട്ടിലേക്ക് വെള്ളമൊഴിക്കൽ കൂടുതലായാൽ അതിന്റെ വേര് ചീഞ്ഞു പോകുന്ന പോലെ, ആ കൃഷി നശിച്ചു പോകുന്ന പോലെ, ലാ തുമീതു ഖുലൂബകും, നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊന്നു കളയല്ലേ. നബി മുഹമ്മദ് മുസ്തഫ. ആലോചിച്ചു നോക്കണേ, അള്ളാഹു നമുക്ക് 2 ഗുണങ്ങളാ തന്നിട്ടുള്ളത്. ഒന്ന് മലക്കിന്റെ ഗുണമാണ്. അള്ളാഹു നമുക്ക് തന്ന 2ാമത്തെ ഗുണം മനുഷ്യന്റെ ഗുണമല്ല, മൃഗത്തിന്റെ ഗുണമാണ്. മനുഷ്യന്റെതിലേക്ക് അത് കൺവെർട്ട് ചെയ്യപ്പെടണം. മനുഷ്യന്റെ നിർവചനം സഖാഫി ഉസ്താദിനോട് ചോദിച്ചേക്ക്, ശറഹു തഹ്ദീബിൽ എന്താ പറയാ? ഹയവാൻ നാത്തിഖ്. ഹയവാൻ നാത്തിഖ് ഹയവാനാണ്. ഹയവാനാണ് മനുഷ്യൻ എന്നാ ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞത് മനുഷ്യൻ ഹയവാൻ, ഒരു ജീവി, ഒരു മൃഗം. എന്തുകൊണ്ട്? മനുഷ്യൻ അധപ്പതിച്ചാൽ ഉലായിക കൽ അൻആം, മൃഗത്തിന്റെയും താഴെ പോകും. മുസബ്ബിഹ് ബിഹി അഅലയാണ്. 11 മാസവും മൃഗത്തെ പോലെ, 12ാമത്തെ മാസമായ റമദാനിൽ മലക്കിനെ പോലെ ആവണം. ഒരു വാഹനം ടാക്സി ഓടുന്നുവെങ്കിൽ 11 മാസം അല്ലെങ്കിൽ 12 മാസത്തിലൊരിക്കൽ, വർഷത്തിലൊരിക്കൽ അത് ടെസ്റ്റിന് കയറ്റണം. പബ്ലിക്കിൽ ഓടുന്ന വാഹനമാണെങ്കിൽ അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? എന്ന പോലെ ഈ ശരീരത്തെ ഒന്ന് ടെസ്റ്റ് വർക്ക് ചെയ്ത് ഇത് റീ ഓർഡർ ആക്കി വെച്ച് എല്ലാം റെഡിയാക്കി ഫോർമാറ്റ് ചെയ്ത് അഴുക്കൊക്കെ കളഞ്ഞ് ലഅല്ലക്കും തത്തഖൂൻ ഒന്ന് നന്നാക്കി ഒരു മനുഷ്യനാക്കി പുറത്തിറക്കാൻ വർഷത്തിലൊരിക്കൽ വർക്ക് ഷോപ്പിൽ കയറ്റലാണ് പരിശുദ്ധ റമദാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇമാം സാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഗ്രന്ഥത്തിൽ
മഹാനവറുകൾ പറയുന്നത് കാണാം, ഒരു മനുഷ്യനിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ളതായ ജന്മനാലുള്ള മൃഗത്തിന്റെ വാസനയെ 11 മാസം അവൻ അനുഭവിച്ച മൃഗത്തിന്റെ വാസനയെ ഈ ഒരു മാസം കൊണ്ട് അല്ലാഹു മാറ്റി കഴുകി വൃത്തിയാക്കി അവനെ മനുഷ്യനാക്കി പുറത്തു കൊണ്ടുവരികയാണ്. ഈ അർത്ഥത്തിലേക്ക് നോമ്പ് എത്തണമെങ്കിൽ നമ്മുടെ ഉദരത്തിന്റെ വേദനയെ ആത്മാർത്ഥമായി നമ്മൾ അറിയണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എപ്പോഴും ഭക്ഷണം കഴിക്കുന്നോടത്ത് വയറ് നിറയലാണ് കണക്കെന്ന് വിചാരിക്കുന്ന നമ്മളോട് പറയുകയാണ്, ഇയ്യാകും വൽ ബത്തുന, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് സൂക്ഷിക്കണേ. മഹാനായ അലി തങ്ങൾ പറയാ, വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവരാണോ നിങ്ങൾ, എന്നാൽ പേടിക്കണേ. അതിൽ വരാൻ പോകുന്ന അപകടങ്ങളിൽ ഒന്നാമത്തേത് നിസ്കാരം സമയം തെറ്റുന്ന ശീലം ആദ്യം വന്നുകൂടുമത്രേ. നിസ്കാരത്തിന്റെ സമയം തെറ്റുന്ന ശീലം വന്നോ, ഒന്ന് പരിശോധിക്കണം. ഭക്ഷണം വയറ് നിറഞ്ഞു കഴിക്കുന്നവരാണോ എന്ന്. ഭക്ഷണം വയറ് നിറഞ്ഞു കഴിക്കുന്നവരാണ് എങ്കിൽ നിസ്കാരത്തിന്റെ സമയം തെറ്റുന്ന സ്വഭാവക്കാരനായി മാറും. മാത്രവുമല്ല, ശരീരത്തിന് കേടുപാടുകൾ വരാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ വേദനയുള്ള രോഗങ്ങൾ വരാൻ തുടങ്ങും. വേദനയുള്ള രോഗങ്ങൾ വരാൻ തുടങ്ങും. അതുകൊണ്ട് അലിയാർ തങ്ങൾ പറഞ്ഞു, സ്വന്തം ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു കരുതൽ നിങ്ങൾക്ക് വേണേ. സ്വന്തം ആരോഗ്യത്തെ കുറിച്ച് ആലോചിക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ. എന്നാൽ ഇനി അവനോട് പറയേണ്ട മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരെന്ന് പറയേണ്ടതില്ല. ആരോഗ്യത്തിൽ കരുതലുള്ള മനുഷ്യനാണോ, എന്നാൽ നിന്റെ ശരീരത്തിൽ അല്ലാഹു തആല ആരോഗ്യത്തിൽ കരുതലുള്ളതിന്റെ പേരിൽ ഇബാദത്ത് ചെയ്യാനുള്ള ഉന്മേഷവും ശക്തിയും നൽകുന്നു. നിന്റെ ശരീരത്തിന് ആരോഗ്യം നൽകുന്നു. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ അർത്ഥത്തിലാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒന്നുകൂടി സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം തബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഇന്ന അഹ്ല സബ്ഇ ഫിദ് ദുനിയാ ഹും അഹ്ലുൽ ജൂഇ ഫിൽ ആഖിറ. ദുനിയാവിൽ വയറ് നിറഞ്ഞവനായിരിക്കും നാളെ മഹ്ശറയിൽ ആദ്യം വിശക്കുന്നവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ വയറ് നിറഞ്ഞേ ജീവിച്ചിട്ടുള്ളൂ എങ്കിൽ ആഹാരത്തോടൊരു പ്രത്യേകമായ ബഹുമാനമില്ല. വയറ് നിറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആഹാരത്തോട് ബഹുമാനം കളയൽ പോലെ. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽ പ്രമുഖനല്ലേ, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയല്ലേ, പ്രായം ചെന്ന് ഒരുപാട് സ്വഹാബികളുടെ നേതാവായിരിക്കെ മരണപ്പെട്ട മഹാനാണ്. ആ മഹാന്റെ വായിക്കകത്തേക്ക് ഒരു രുചിയുടെ അനുഭവത്തിന് വേണ്ടി ആ മഹാൻ കാത്തിരിക്കുകയാ. മഹാനവറുകൾ വഫാത്താവുന്നതിന്റെ 30 കൊല്ലം മുമ്പ് തുടങ്ങിയ കൊതിയാണ്. ഏത് ആഹാരം കഴിക്കാനാണെന്നറിയുമോ? തേനും പാലും ചേർത്ത ഒരു മധുരപാനത്തിലൂടെ പത്തിരി മുക്കി ഒന്ന് കഴിക്കണം, റൊട്ടി മുക്കി കഴിക്കണം. ഈ ആഗ്രഹത്തിന്റെ പേരിൽ മഹാനായ സ്വഹാബി പ്രമുഖൻ മാലിക് ബിൻ ദീനാർ തങ്ങള് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തൊട്ടടുത്ത സമയത്ത് എന്തോ ഒന്ന് ആഗ്രഹിച്ച് വിളിച്ചു പറയുന്ന മൗനാവൃതമായ മുഖത്തു നിന്നും സ്വഹാബത്ത് വായിച്ചെടുക്കുന്നു. ചോദിച്ചു, എന്താ തങ്ങളെ ആഗ്രഹം വല്ലതുമുണ്ടോ? മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. ഇക്കഴിഞ്ഞ 30 കൊല്ലമായി ഞാൻ മോഹിച്ചു നടക്കുന്ന കാര്യമാണ്. തേനും പാലും ചേർത്ത മിശ്രിതത്തിൽ ഒന്ന് മുക്കിയ റൊട്ടി കൊണ്ടെന്റെ ചുണ്ടൊന്ന് നനച്ച മധുരമൊന്ന് വേണം. പ്രിയപ്പെട്ട സ്വഹാബത്ത് ഓടുകയാ. മാലിക് ബിൻ ദീനാർ തങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഭക്ഷണം സംഘടിപ്പിച്ചു കൊണ്ടുവരികയാ. ഭക്ഷണം വരാൻ വൈകിയ നേരത്ത് മഹാനവറുകൾ ആ കിടന്നോടത്ത് കിടന്നുകൊണ്ട് ആത്മവിചിന്തനം നടത്തുകയാ. അല്ലാഹുവേ, ഞാൻ ഈ ചെയ്യുന്നത് എന്റെ ശരീരത്തോട് ചെയ്യുന്ന ക്രൂരതയാണോ? ദുനിയാവിൽ അനുഭവിക്കുന്ന വിശപ്പിന് ആഖിറത്തിൽ നീ പരിഹാരം ചെയ്യുമെന്ന് നിന്റെ നബി പഠിപ്പിച്ചതല്ലേ? മാലിക് ബിൻ ദീനാർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭക്ഷണം മുന്നിൽ കൊണ്ടുവരുമ്പോ മഹാനവറുകൾ അതങ്ങ് മാറ്റുകയാ. എന്നിട്ട്
എന്നിട്ട് സ്വന്തം ശരീരത്തെ പേര് ചൊല്ലി വിളിച്ചിട്ട് മഹാനവറുകൾ ശകാരിക്കുകയാ, അല്ലയോ മാലിക് ബിൻ ദീനാർ എന്ന സ്വഹാബി പ്രമുഖന്റെ ശരീരമേ, ഇക്കഴിഞ്ഞ 30 കൊല്ലത്തോളം ഈ ആഹാരത്തെ ഒന്ന് രുചിക്കാൻ വേണ്ടി നീ മോഹിച്ചപ്പോ അത് വേണ്ടാതെ വെച്ച നിന്റെ നിലപാടിൽ മാറ്റം വരുത്തുന്നുവോ? നമ്മള് ചിന്തിക്കുന്ന ആഹാരം, ആഗ്രഹിക്കുന്ന ആഹാരം അപ്പൊ തന്നെ നമ്മൾ കഴിക്കുന്നവരാണ്. അവരാണ് സഹാനുഭൂതിയുടെ മാസമായ റമദാനെ സ്വീകരിക്കുന്നവർ, അതുവഴി പിശാചിനെ അകറ്റുന്നവർ, അതുവഴി ഖൽബിന്റെ അകത്തേക്ക് പ്രകാശം കൊണ്ടുവരുന്നവർ. നമ്മൾ അതിന് യോഗ്യരാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇമാം ഗസാലി അവിടുത്തെ മുക്കാശഫയിൽ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവരൊക്കെ എങ്ങനെ ജീവിച്ചവരാ? പണമില്ലാത്ത ആളായിരുന്നില്ല സിദ്ദീഖ് തങ്ങള്. സമ്പന്നനായിരുന്നു. ഒരു പാതിരാവിന്റെ പരാപര വെളിച്ചത്തിൽ അടുക്കളയിൽ നിന്നും മഹദി അവറുകൾ മുന്നോട്ട് വരികയാണ്. പ്രിയപ്പെട്ടവന്റെ മുന്നിൽ ഗൗരവമുള്ള ഒരു കാര്യം പറയാൻ. മധുരമെന്ന് പറയുന്ന രുചി ഈ നാവ് കൊണ്ടറിഞ്ഞിട്ട് കാലമേറെയായി. പ്രിയപ്പെട്ടവരെ, ഭർത്താവായ സിദ്ദീഖ് തങ്ങളോട് ഭാര്യ പറയുകയാണ്, എന്റെ വായക്കകത്ത് മധുരമെന്ന് പറയുന്ന രുചി അറിഞ്ഞിട്ട് കാലമേറെയായി. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നു, മധുരമെന്ന രുചി അറിയാൻ എനിക്കൊരു മധുര പലഹാരം വാങ്ങിത്തരണേ. സിദ്ദീഖ് തങ്ങൾ മഹദി അവറുകളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അദ്ദേഹത്തോട് മഹദി അവറുകൾ പറഞ്ഞു, അതിനുവേണ്ടി പ്രത്യേകമൊന്നും നിങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല. വീട്ടു ചെലവിന് വേണ്ടി നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്ന പണത്തിൽ നിന്നും തുച്ഛമായത് ഞാൻ മാറ്റിവെച്ചതാ മധുരം വാങ്ങാനുള്ള പണമുണ്ടെന്ന് പറഞ്ഞൊരു പണക്കിഴി കൊടുക്കുകയാ. സിദ്ദീഖ് തങ്ങൾ അതങ്ങോട്ട് വാങ്ങി. എന്നിട്ട് ചോദിച്ചു, എല്ലാ ദിവസവും ചിലവിന് ഞാൻ തരുന്ന പണത്തിൽ നിന്നും തുച്ഛമായത് മാറ്റിവെച്ചപ്പോ ഇത്രയും സംഖ്യ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഇക്കണ്ട കാലം കൊണ്ട് നിനക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞാൽ ഞാൻ നിനക്ക് തരുന്ന ദിനവരുമാനത്തിൽ അത്രയും നീ മാറ്റിവെച്ച അത്രയും അളവ് ഒഴിച്ചു നിർത്തിയാലും ഈ കുടുംബത്തിന്റെ മറ്റു ചെലവ് നടക്കാൻ ആ സംഖ്യ പര്യാപ്തമെങ്കിൽ നീ മധുരം കഴിക്കാൻ മാറ്റിവെച്ച സംഖ്യ ഖജനാവിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടിച്ചേൽപ്പിച്ചതല്ല ഇത്. പെണ്ണിന്റെ മുന്നിൽ ആണത്തം കാണിക്കാൻ അടിച്ചേൽപ്പിക്കുന്നവരാ നമ്മൾ. ആദരവ് പിടിച്ചു പറ്റി ഈ മഹാന്റെ സ്വാത്വികമായ ചിന്ത പ്രിയപ്പെട്ട ഭാര്യ ആദരിക്കുന്ന ഇടത്തിലെത്തി. എന്റെ പ്രിയമുള്ളവരെ, ആ മഹദി അവറുകൾ വായന്റെ രുചിക്ക് വേണ്ടി, മധുരമറിയാൻ വേണ്ടി മാറ്റിവെച്ച നാണയത്തൊട്ടുകൾ അങ്ങ് കൊടുക്കുമ്പോ സന്തോഷത്തോടു കൂടെ കിട്ടുന്ന ഒരു ആത്മനിർവൃതിയുടെ മധുരം അത് അറിഞ്ഞു എന്ന് പറയുന്നിടത്താണ് നമ്മുടെ പൂർവികർ നോമ്പിനെ സന്തോഷപൂർവ്വം കൊണ്ടാടിയത്. ആലോചിച്ച് നോക്കണം. മാലിക് ബിൻ ദീനാർ തങ്ങളുടെ കഥ കേട്ട് നമ്മൾ പിന്നെയും കാണാം. ഇമാം ഗസാലി അവിടുത്തെ മുക്കാശഫയിൽ തന്നെ പറയുന്നുണ്ട്, മാലിക് ബിൻ ദീനാർ തങ്ങൾ ബസ്ര പട്ടണത്തിലൂടെ നടന്നുപോയ സംഭവം. ബസ്ര പട്ടണത്തിലൂടെ നടന്നു പോവാ. ആ സമയത്ത് അങ്ങാടിയിലെ പഴക്കടയിലതാ ഒരു കുട്ടയിൽ നിറയെ അത്തിപ്പഴം. മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് അത്തിപ്പഴം ചോദിച്ചു. കൊടുക്കാൻ പണമില്ല. കാലിൽ കിടക്കുന്ന ചെരുപ്പ് ഊരി വെച്ചിട്ട് പറഞ്ഞു, ഈ ചെരുപ്പ് തരാം, എനിക്ക് പകരം അത്തിപ്പഴം തരുമോ? അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ഉപ്പമാര് പറയാറുണ്ടല്ലോ, 4 പറ നെല്ല് കൊടുത്ത് വാങ്ങിയതാ ഞാൻ. മോളെ കെട്ടിച്ചപ്പോൾ കൊടുത്ത സ്ത്രീധനം എന്തെന്ന് ചോദിച്ചാൽ 10 പറ നെല്ലായിരുന്നു. പണത്തിന് പകരം മറ്റു പലതും കൊടുത്തിരുന്ന കാലം. പഴയ കാലത്തൊക്കെ വെള്ളിക്കുളങ്ങര പള്ളിയിലേക്ക് മാസവരിക്ക് പകരം തേങ്ങയും അതുപോലെ തന്നെ പിടിയരിയും പിരിച്ചിരുന്നല്ലോ. പണത്തിന് പകരം എന്ന നിലപാടിൽ മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങള് ചെരുപ്പൂരി കൊടുത്തപ്പോ ആ കച്ചവടക്കാരൻ പറയാണ്, ഈ ചെരുപ്പിന് ഞാൻ കാണുന്ന വില ഒരു അത്തിപ്പഴത്തിന്റെ വില പോലുമില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ വേണ്ട, മാലിക് ബിൻ ദീനാർ തങ്ങൾ കാലിലേക്ക് ചെരുപ്പിട്ടുകൊണ്ടങ്ങ് നടക്കുകയാണ്. ഈ രംഗം ദൂരെ നിന്ന് മൂന്നാമതൊരാൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അയാൾ വന്നുകൊണ്ട് കച്ചവടക്കാരനോട് പറയുകയാണ്, ആരാണ് വന്നതെന്ന് നിനക്കറിയുമോ? ആ സഹോദരൻ പറഞ്ഞു, എനിക്കറിയില്ല. എന്നാൽ കേട്ടോളൂ, വന്നു പോയത് സ്വഹാബി പ്രമുഖനാ, ഹബീബായ നബിയുടെ കൂടെ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയ സയ്യിദുനാ മാലിക് ബിൻ ദീനാർ
മാലിക് ഇബ്നു ദീനാർ തങ്ങളോ അല്ലാഹുവേ ആ മഹാൻ വേദനിച്ചു പോയോ. കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന വലിയ മുതലാളിയുടെ കച്ചവടക്കാരന്റെ അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരാ, ഈ കാണുന്ന അത്തിപ്പഴം നിറച്ചു വെച്ചിരിക്കുന്ന കുട്ടതലയിൽ വെച്ചുകൊണ്ട് മാലിക് ഇബ്നു ദീനാറിന്റെ പിന്നാലെ പോകണേ. അദ്ദേഹം നിന്റെ കയ്യിൽ നിന്നും കുട്ടയിൽ നിന്നും ഒരു അത്തിപ്പഴം എടുത്തു കഴിഞ്ഞാൽ ആ സമയം നീ നിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതനാ. മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പോയോടത്തേക്ക് ആ പ്രിയപ്പെട്ട അടിമ സഹോദരൻ ചൊല്ലുകയാണ്, കൊട്ടയുമായി ചൊല്ലുന്നു. മാലിക് ഇബ്നു ദീനാർ തങ്ങളെ നിർബന്ധിക്കുന്നു. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. നിനക്ക് ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷമുണ്ടല്ലോ? ഉണ്ട്. നിന്റെ യജമാനൻ നല്ലവനാണല്ലോ? അതെ. നിനക്ക് കൂടുതൽ സന്തോഷത്തിന് വേണ്ടിയല്ലേ നീ അടിമത്തത്തിൽ നിന്നും മോചിതനാവാൻ എന്നെ നിർബന്ധിക്കുന്നത്? അതെ. എന്നാൽ നീ കൂടുതൽ സന്തോഷത്തിലേക്ക് പോകുമ്പോ ഞാൻ അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ അദാബിലേക്ക് പോകുമോ എന്ന് ചിന്തിക്കുകയാ. അത്തിപ്പഴമെന്ന് പറയുന്ന ആഹാരത്തോടുള്ള എന്റെ മോഹം ഞാൻ കളയുകയാണ്. അല്ലാഹുവെ സാക്ഷിയാക്കി ഞാൻ നിന്നോട് പറയട്ടെ, ലാ അബിഉദ്ദീന ബിത്തീനി, തീൻപഴം കൊണ്ട്, അതായത് അത്തിപ്പഴം കൊണ്ട് ഞാൻ എന്റെ ദീനിനെ വിൽക്കൂല. തീൻ വത്തീൻ, അത്തിപ്പഴം, അത്തിമരം. ഞാൻ തീനുകൊണ്ട് ദീനിനെ വിൽക്കൂല. ഇങ്ങനെ ഒരു നിലപാടിലേക്ക് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മാറി. ഇമാം ഗസാലിയുടെ യാത്രകൾ കാണാലോ, യുഹ്യയിലും മറ്റും മഹാനവറുകളെ യാത്ര ചെയ്തോടുത്ത് ആരാ? ഇമാം ഗസാലി. 1000 കൊല്ലത്തിനുള്ളിൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ, പണ്ഡിതൻ, സൂഫി, എല്ലാ നിലക്കും ഒരു മനുഷ്യന് ഇത്തിബാ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ജീവിത വിശുദ്ധിയുള്ള മഹാൻ, മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, നിപുണരാണ് പലരും. അപ്പോൾ പലരോടും മഹാനവറുകൾ ചോദിച്ചു, നിങ്ങളുടെ ചികിത്സ ഫലമുള്ളതാകും വിധം നിങ്ങൾ ഈ പ്രവൃത്തിയിൽ, നിങ്ങളുടെ ഈ കാണുന്ന ഫീൽഡിൽ നിങ്ങൾ വല്ലാതെ വളർന്നതായി കാണുന്നു. ഇതിന്റെ രഹസ്യം എന്താണ്? ആ ഡോക്ടർമാര് പറഞ്ഞു, ഞങ്ങളുടെ ഈ ശ്രമത്തിന്റെ ഇടയില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചികിത്സയുടെ മേഖലയിൽ നിലനിൽക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കലില്ല. അതാണ് ഞങ്ങളുടെ വിജയമത്രേ. അങ്ങനെ ഇമാം ഗസാലിയുടെ സഞ്ചാരം പിന്നെ പണ്ഡിതന്മാരുടെ മുന്നിലെത്തി. ആശ്ചര്യപ്പെടുത്തുന്നതായ അറിവിന്റെ കേദാരങ്ങളെ കണ്ടപ്പോ അവരോട് ചോദിച്ചു, നിങ്ങളുടെ അറിവിന്റെ രഹസ്യം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, വയറ് നിറച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കലില്ല. അങ്ങനെ ഇരിക്കെ സൂഫിയാക്കളെ പലരെയും കണ്ടു. ഇമാം ഗസാലി അവരോട് ചോദിച്ചു, നിങ്ങളുടെ സൂഫിസത്തിന്റെ രഹസ്യം എന്താ? നിങ്ങളുടെ മനസ്സിനെ അല്ലാഹ് എന്ന വികാരത്തിൽ പിടിച്ചു നിർത്താൻ കഴിയും വിധം നിങ്ങൾക്ക് ഇങ്ങനെ സാധിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഖില്ലത്തു തആം. ഇൽമിന്റെ മേഖലയിൽ അത്ഭുതങ്ങളായ ഫുഖഹാഇനെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഫിഖ്ഹി പഠനത്തിന്റെ രഹസ്യം എന്താണ്? അവരും പറഞ്ഞു, ഖില്ലത്തു തആം. ഇമാം ഗസാലിയുടെ യാത്ര അവസാനിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ ദീനിന്റെ നിലപാട് എഴുതുകയാണ്. ഫവജത്തു ഖില്ലത്ത തആമി ഫീഹി കുല്ലു ഖൈരിൻ ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ്വ വിജയങ്ങളും ഭക്ഷണം വയറ് നിറയാത്തോടത്തെന്ന് ഞാൻ വിധി എഴുതുന്നു. മഹാനായ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ, സാധാരണ അവരുടെ ഒരു പരാതിയുണ്ട്, ഉസ്താദെ കുട്ടി ചോറ് തിന്നുന്നില്ല. അതിന് ദ്വാരക്കാണ്ട് ഇപ്പൊ ചോദിക്കില്ലേ, ദ്വാരക്കലല്ല അതിന് ചെല്ലാൻ പറ്റി ദിക്റുണ്ടോ എന്ന് ചോദിക്കും അല്ലേ. കുട്ടി ചോറ് തിന്നുന്നില്ല, ഇതൊരു പരാതിയാണ്. എന്നാൽ അറിയണേ, കുട്ടികളുടെ ബുദ്ധിയെ കുറിച്ച് ഗുരുകുല സംവിധാനത്തിലുള്ള വിദ്യാഭ്യാസം നടന്ന കാലം മുതൽക്ക് ആചാര്യന്മാർ പഠിപ്പിച്ച ഒരു വാക്യമുണ്ട്. കാകദൃഷ്ടിവഗധ്യാനം ശ്വാനനിദ്ര തഥൈവാച അല്പാഹാര ജീർണവസ്ത്ര മേധത് വിദ്യാർത്ഥി ലക്ഷണം. ഒരു വിദ്യാർത്ഥിയുടെ
ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമൊത്തൊരു വിദ്യാർത്ഥിയുടെ അടയാളങ്ങൾ കാക്കയുടെ പരിസര നോട്ടം, കാക്കദൃഷ്ടി. കാക്ക എന്ന് പറയുന്ന ആ പക്ഷി പരിസരം നിരീക്ഷിക്കുന്ന പോലെ ആ ഒരു നിരീക്ഷണ ബോധം. അതുപോലെ തന്നെ കൊക്കിന്റെ ഏകാഗ്രത, ഉറക്കിൽ ഒരു നായ ഉണരാൻ കാണിക്കുന്ന അലസതയില്ലാത്ത ചടുലമായ ആ ഉയർത്തെഴുന്നേൽപ്പ്. അല്ലേ, ഒരു എന്തെങ്കിലും അസ്വസ്ഥപ്പെടുത്തുന്ന ശബ്ദം കേട്ടാൽ നായ ചാടി ഉണർന്നാൽ നമ്മൾ ഉണരും പോലെയാണോ? നമ്മൾ പിന്നെ ആദ്യം ഒന്ന് കണ്ണു തിരുമും. അങ്ങനെയൊക്കെ കുറെ ചടങ്ങുകൾ കഴിഞ്ഞിട്ടാ നമ്മൾ ആ പ്രധാന ഗീറിലേക്ക് എത്തണമെങ്കിൽ കുറെ സമയമെടുക്കും. അങ്ങനെയുണ്ട്. കിടക്കപ്പായിന്ന് എണീച്ച ചില ആളുകൾ മൂത്രമൊഴിക്കാൻ പോണി 10-15 മിനിറ്റ് പിടിക്കും. എന്തുകൊണ്ട്? അവന് മനസ്സിലായിട്ടില്ല ഇപ്പൊ എവിടെയെന്ന്. കാരണം സ്വപ്നത്തിൽ നിന്ന് പോന്നിട്ടില്ല. ഒരു നായയെ സംബന്ധിച്ചിടത്തോളം ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് നല്ല ആരോഗ്യത്തോടെ ഒരു വിദ്യാർത്ഥിക്ക് ഉറക്കിൽ പോയാൽ ഈ ഉണർവിന്റെ ബോധം നായക്കുള്ള പോലെ വേണം. അതുപോലെ തന്നെ പറഞ്ഞു അൽപാഹാര്, വിദ്യാർത്ഥിയാണോ ആഹാരം അല്പമേ പാടൂ. ജീർണ വസ്ത്ര, വലിയ വിലപിടിപ്പുള്ള വസ്ത്രം പാടില്ല. മേധത് വിദ്യാർത്ഥി ലക്ഷണം ഞാൻ പറഞ്ഞതല്ല ഇത്. എന്റെ സഹോദരങ്ങളെ, എന്നാൽ എത്ര വൈപരീത്യമായ അവസ്ഥയിലാ മുഅ്മിനീങ്ങളുടെ നോമ്പ് പോവാം. എത്ര വിപരീതം ആലോചിച്ചിട്ടുണ്ടോ? പരിശുദ്ധ റമദാൻ വന്നാൽ നമ്മൾ അന്നപാനങ്ങൾ ഉപേക്ഷിക്കുന്നവരാണെന്ന് പറയുന്നവരല്ലേ? എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ വീടുകളിലെ ഭക്ഷണത്തിന്റെ ചിലവ്, പലചരക്ക് കടയിലെ ബില്ല് കുത്തനെ കൂടുന്നത് പരിശുദ്ധ റമദാൻ അല്ലേ? തീരുന്നില്ല. കടകമ്പോളങ്ങൾ പ്രത്യേകമായി ഭക്ഷണത്തിന് വേണ്ടത് മാത്രം ബജിയുടെ കടയും വറപൊരിയുടെ കടയും വഴിയോരങ്ങളിൽ സജീവമാകുന്നതും പരിശുദ്ധ റമദാൻ. വീടുകളിൽ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതും പട്ടിണി കിടക്കേണ്ട പരിശുദ്ധ റമദാൻ. അങ്ങനെയല്ലേ? വെക്കലില്ല, വേവിക്കലില്ല, വിളമ്പലില്ല. ദിവസത്തിന്റെ പകുതിയിലും പട്ടിണി എന്ന് പറയുന്നിടത്ത് എന്റെ പ്രിയമുള്ള സഹോദരി, ഏറ്റവും കൂടുതൽ നിങ്ങൾ അടുക്കളയിൽ സമയം ചെലവ് ചെയ്യുന്നത് പരിശുദ്ധ റമദാൻ. പലപ്പോഴും പലരും പറയാറുണ്ട്, ഉസ്താദ് റമദാനെ കുറിച്ച് പറയുന്ന വഅദിലെന്ന് പറയണേ. സഹോദരിമാരെല്ലാവരും അടുക്കളയിൽ വിഭവ നിർമ്മാണത്തിൽ തിരക്കിലായതുകൊണ്ട് അവർക്ക് പലർക്കും ഖത്മുൽ ഖുർആൻ റമദാനിൽ പൂർണ്ണമല്ല. അവർക്ക് ദിക്റുകൾ ചൊല്ലാൻ നേരം കിട്ടാറില്ല. അവർ റമദാൻ വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ ഒരുപാട് സമയം ചെലവ് ചെയ്യുന്നു. റമദാൻ കഴിഞ്ഞു, പട്ടിണി കിടക്കേണ്ട മാസം നമ്മോട് യാത്ര പറഞ്ഞു. ഇനി നമ്മൾ പഴയതുപോലെ ആകാൻ തുടങ്ങുന്നതിന്റെ ആദ്യ ദിവസം, അതായത് പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ ചൊല്ലുന്നു ലാബിലേക്ക് പോകുന്നു. കൊളസ്ട്രോൾ കൂടുന്നതും റമദാൻ, ശരീരത്തിന്റെ വണ്ണം കൂടുന്നതും റമദാൻ, കിതപ്പ് കൂടുന്നത് റമദാൻ, തൂക്കം വർദ്ധിക്കുന്നത് റമദാൻ. മുഖൗഖിസ് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും അതാ ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തയക്കപ്പെട്ട ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. മദീനയിലേക്കാ വരുന്നത്. മദീനയുടെ പഴയ കാലത്തെ പേര് യത്രിബ് എന്നാണ്. യത്രിബ് എന്ന് പറഞ്ഞാൽ മലമ്പനിയുടെ നാട് എന്നാണ്. ഒരു നാടിനെ മലമ്പനിയുടെ നാടെന്ന് വിളിക്കും വിധം രോഗങ്ങൾ നിറഞ്ഞ മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കടന്നു ചൊല്ലുകയാണ്. മദീനയുടെ പേരങ്ങ് മാറി മദീന എന്ന പേരിലേക്ക് യത്രിബ് മാറുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആരോഗ്യപരമായി അവിടെ സ്വഹാബികൾ വലിയ വിപ്ലവം തീർക്കുകയാണ്. ആത്മീയ വിപ്ലവം പറഞ്ഞോടത്ത് ആരോഗ്യമുണ്ട് സഹോദര. നിസ്കാരം എന്ന ഒരു കർമ്മം നമ്മൾ നടത്തുന്നുണ്ടല്ലോ. നിസ്കാരത്തിന്റെ അതിപ്രധാനപ്പെട്ട ഫർദ് തന്നെയാണ് നിൽക്കാൻ കഴിവ് ഉള്ളവൻ നിൽക്ക തന്നെ വേണേ. ആരോഗ്യം ഇബാദത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇബാദത്തിൽ ആരോഗ്യമുണ്ടാവാൻ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന്. കേൾക്കണേ, മുഖൗഖിസ് രാജാവിന്റെ കൊട്ടാരത്തിന്റെ വിഭവങ്ങൾ മദീനയുടെ മണവാളനെ തേടി വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് കൊട്ടാരത്തിന്റെ പ്രധാന ചികിത്സ നടത്തിക്കൊണ്ടിരുന്ന ഡോക്ടർ വരുമ്പോ മാസങ്ങളോളം അദ്ദേഹത്തിന് ജോലിയില്ലാത്ത മദീന, അദ്ദേഹത്തിന്റെ ജോലിയിൽ പലതും
പകലും അദ്ദേഹം മറന്നു പോവുകയാണ്. അങ്ങനെ വന്നപ്പോ സ്വഹാബികളോട് അദ്ദേഹം ചോദിച്ചു, ഈ മദീനയിൽ രോഗമില്ലല്ലോ, എന്തുകൊണ്ട് മദീനയിൽ രോഗമില്ല? സ്വഹാബത്ത് പറഞ്ഞു, മദീനയിൽ രോഗമില്ലാത്തതിന്റെ കാരണം ഞങ്ങൾ വിശക്കാതെ ഭക്ഷണം കഴിക്കുന്നവരല്ല, വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്നവരാ ഞങ്ങൾ മദീനക്കാർ. അങ്ങനെ വിശന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ വയറ് നിറയ്ക്കാറില്ല, അതുകൊണ്ട് ഇവിടെ രോഗങ്ങളില്ല. 2016 പരിശുദ്ധ റമദാൻ വന്ന മാസം മലയാളത്തിന്റെ അനുഗ്രഹീതനായ എഴുത്തുകാരൻ പി.എൻ. ദാസൻ ഒരു കുറിപ്പെഴുതിയത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റമദാനിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുകയാണ്. എഡിറ്റോറിയൽ പേജിൽ പ്രമുഖ പത്രം എഴുതിവിട്ടു പി.എൻ. ദാസന്റെ കുറിപ്പ്. അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെ: നമ്മൾ ഉറങ്ങുമ്പോൾ പാതി ഉണർവിലാണ്, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ പാതി ഉറക്കത്തിലാണ്. ഇങ്ങനെ ഒരു അവസ്ഥയെ മനുഷ്യന് അതിജയിക്കാൻ കഴിയാൻ മനുഷ്യൻ അതിനു വേണ്ടി ചെയ്യേണ്ടത് ഉപവാസമാണ്. പി.എൻ. ദാസൻ അതിനു വേണ്ടി കൊടുത്ത ഉദാഹരണം ഏറ്റവും പ്രമുഖരും പ്രധാനികളുമായ പ്ലേറ്റോയും അതുപോലെ തന്നെ ആഡം സ്മിത്തും അരിസ്റ്റോട്ടിലും ഒക്കെ അവരുടെ പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുന്നേ ഉണർന്ന മനസ്സോടുകൂടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപവസിക്കൽ പതിവാ. നോമ്പുകൊണ്ടുള്ള ഉപവാസത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്നത് ഉണർന്ന ഹൃദയമാണ്. ഖുർആൻ പറഞ്ഞ പോലെ ലഅല്ലക്കും തത്തഖൂൻ, നോമ്പുകൊണ്ടുള്ള ലക്ഷ്യം ഖൽബ് നന്നാവല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ നമ്മൾ ഉണർന്നിരിക്കാം. ആ കുട്ടി ഇതിലെ പോയി, ആ മോനെ അറിയോ ആരെങ്കിലും? ഏതായിരിക്കും ചെറുക്കൻ? നമ്മളൊരു കല്യാണത്തിന് പോയി, ഒരു 100-150 ആളെ കാണും. 100-150 ആളെയും നമുക്ക് ഓർത്ത് പറയാൻ കഴിയൂല. നമ്മുടെ മനസ്സ് പാതി ഉറക്കത്തിലാണ്. ചിലപ്പോ ഒരാളെ കണ്ടിട്ടുണ്ടാവും, ചിരിച്ചിട്ടുണ്ടാവും, എന്നാലും അവനെ വൈകിട്ട് കാണുമ്പോൾ ചോദിക്കും, എന്താ നിന്നെ കല്യാണത്തിനുണ്ട്? നമ്മളല്ല വർത്താനം. ശരി, വർത്താനം. ഉണർന്ന് എന്ന ഉറക്കത്തില. എന്നാ ഉറങ്ങണ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. ഒരു കൊതുക് അതിലൂടെ അങ്ങനെ പാസ് ചെയ്താൽ അപ്പൊ തന്നെ നമ്മളെ പതുക്കെ ടോർച്ചെടുക്കും. എന്തത്? അടുത്ത് കിടക്കുന്ന ആള് പതുക്കെ ഒന്ന് കൈ വെച്ചാൽ മതി, നമ്മൾ ഉറക്കത്തിലാണല്ലോ തട്ടിമാറ്റും. തണുത്താൽ പുതപ്പന്വേഷിക്കും, ചൂടാണെങ്കിൽ വിയർത്തൊലിക്കുന്നതിനെ കൃത്യമായി അറിയും. ഉറങ്ങുമ്പോഴും പാതി ഉണർവില്ല. ഇതൊന്ന് ബാലൻസ് ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ അവസ്ഥയിൽ പരിപൂർണമായി ഉണർന്നു വരാൻ ഉപവാസം വേണം. ഉണരൽ ഹൃദയമാണ്, ഒരാളുടെ മനസ്സാണ് ഉണരേണ്ടത്. അതിന് പറയപ്പെട്ടു ലഅല്ലക്കും തത്തഖൂൻ, ഉണരണമെങ്കിൽ ഉപവാസം നിർബന്ധം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ രീതിയിൽ നോമ്പ് ഒരു മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് ഉപവാസത്തിന്റെ മഹത്വവും അതുപോലെ തന്നെ സഹാനുഭൂതിയുടെ രഹസ്യങ്ങളുമാണ്. ഇങ്ങനെ ഒരാൾ നോമ്പെടുക്കുന്നു, ആ നോമ്പ് കൊണ്ട് ആരോഗ്യപരമായി ഈ ചിന്തയിലൂടെ അവൻ നോമ്പെടുക്കുമ്പോൾ ആരോഗ്യപരമായി ആനന്ദം കണ്ടെത്തുന്നു. ആ പട്ടിണിക്ക് ഒരു രസമുണ്ട്, ആ പട്ടിണി കൊണ്ട് ഒരു ത്രില്ല് കിട്ടുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അർത്ഥത്തിൽ നോമ്പ് വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ ആളുകളുമുണ്ട്. യഥാർത്ഥ നോമ്പുകാരൻ അവർ ഇതുപോലെ നോമ്പെടുത്തു വന്ന് അവൻ പരിശുദ്ധമായ ഒരു പട്ടിണിയായി ഇപ്പൊ കിടന്നിട്ടുള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉദരത്തിന് മാത്രമല്ല പട്ടിണി, അവന്റെ നാവിന് പട്ടിണി, അവന്റെ കേൾവിക്ക് ഹറാമ് കിട്ടാതെ കേൾവി ഹറാമിന്റെ പട്ടിണിയില്ല. അവന്റെ ഹൃദയത്തിൽ മോശമായതൊന്നും വന്നിട്ടില്ല, ഹൃദയവും ഹറാമിൽ പട്ടിണിയാണ്. ഈ രീതിയിൽ പകലന്തിയോളം നോമ്പെടുത്ത ആളെ ആ നോമ്പൊന്ന് തുറപ്പിക്കാണ്, ഭക്ഷണം കൊടുത്തുകൊണ്ട് അവനെ സന്തോഷിപ്പിക്കാണ്. ചെറിയ കാര്യമല്ല മോമിനെ. നോമ്പുകാരന്റെ നോമ്പ് തുറയെ അള്ളാഹുവിന്റെ ഹബീബ് എത്ര മഹത്വത്തോടുകൂടെയാ കണ്ടിട്ടുള്ളത്. ശഅബാൻ മാസം വരുമ്പോ പുന്നാര നബിതങ്ങൾ നോമ്പിനെ കുറിച്ചങ്ങ് പറയലാണ്. കാണാമല്ലോ ഹദീസ്. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ പറയുന്നുണ്ട്, ഇമാം ഇബ്നു ഖുസൈമ അവിടുത്തെ സ്വഹീഹിൽ പറയുന്നുണ്ട്. അൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു قال خطب لنا رسول الله صلى الله عليه وسلم في آخر يوم من شعبان
ശഅബാൻ മാസത്തിന്റെ അവസാന ദിവസം അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങൾക്ക് പ്രസംഗം നടത്തി, ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ആ സമയം ഹബീബായ നബി തങ്ങളുടെ സുദീർഘമായ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം അത് മാത്രം ഞാൻ പറയുന്നു. റസൂലുള്ളാഹി റമളാന്റെ മഹത്വം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, മൻ ഫത്തറ ഫീഹി സായിമാ കാന ലഹു മഗ്ഫിറത്തുൻ ലിദുനൂബിഹി. എത്ര പാപം ചെയ്താലും ഒരു നോമ്പുകാരന്റെ നോമ്പുതുറ നമ്മൾ നടത്തിയാൽ ആ നോമ്പുതുറ കൊണ്ട് നമ്മുടെ പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാളുടെ നോമ്പുതുറ നടത്താൻ നമുക്ക് സാധിച്ചാൽ ആ നോമ്പുതുറ കൊണ്ട് നമ്മുടെ പാപം പൊറുപ്പിക്കലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി കേട്ടോളൂ, ആ മനുഷ്യൻ നോമ്പുതുറ നടത്തിയത് കൊണ്ട് അവന്റെ സ്വന്തം ശരീരം നരകത്തിലായിരുന്നു അന്ന് വൈകുന്നേരം വരെ. നിന്റെ ഭക്ഷണം കൊണ്ട് ഒരാൾ നോമ്പ് തുറന്നു പോയതിന്റെ പേര് ഇപ്പോൾ നിന്റെ ശരീരം നരകത്തിന്റെ പുറത്തെത്തി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിന്നെ പറഞ്ഞു, നോമ്പെടുത്തവൻ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നോമ്പ് തുറന്നു പോയല്ലോ, ആ നോമ്പുകാരന് ആ നോമ്പ് കൊണ്ട് അല്ലാഹു കൊടുക്കുന്ന കൂലിയുണ്ടല്ലോ, എത്ര വലുതാണെങ്കിലും അത്ര വലിപ്പമുള്ള മറ്റൊരു കൂലി നിന്റെ അക്കൗണ്ടിലും അവൻ്റെത് കുറയാതെ അല്ലാഹു തരുമെന്നും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറയുമ്പോ സ്വഹാബത്ത് ആകാംക്ഷയോടുകൂടെ ജിജ്ഞാസയോടുകൂടെ ഹബീബായ നബിയുടെ മുന്നിലിരിക്കുന്ന സ്വഹാബത്ത് പറയുകയാണ്, അലൈസ കുല്ലുനാ നജിദു മാ നുഫത്തിറു ബിഹി യാ റസൂലല്ലാഹ്. ഒരാളെ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ട് നോമ്പുതുറ നടത്താൻ ഞങ്ങൾക്ക് കഴിയൂല നബിയെ. ആ സമയം അല്ലാഹുവിന്റെ ഹബീബ് അവരോട് പറയുന്നുണ്ട്, സുലഭമായി പാല് കിട്ടുന്ന കാലമാണത്. മിക്കവാറും സ്വഹാബികൾക്ക് കന്നുകളും അതുപോലെ ഒട്ടകങ്ങളും ആടുകളുമുണ്ട്. ആടുമേക്കൽ തന്നെ ഒരു പ്രധാനമായ ജോലിയായി പലരും ഏറ്റെടുത്ത ജീവിത വ്യവഹാരങ്ങളിൽ സുലഭമായി കാണുന്ന പാലിൽ ഒരു ഇറക്ക് പാലുകൊണ്ട് ഒരാളുടെ നോമ്പിന്റെ ദാഹത്തെ നോമ്പുതുറയിലൂടെ ശമിപ്പിക്കാൻ കഴിയുന്നവർക്കോ ഈ പറയപ്പെട്ട പ്രതിഫലം ഒരു കീറ് കാരക്ക കൊണ്ടും ഒരിറക്ക് പച്ചവെള്ളം കൊണ്ടും സാധ്യമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പട്ടിണി കിടന്നവൻ പട്ടിണിയുടെ മഹത്വമറിഞ്ഞവനാം, നോമ്പ് കൊണ്ടതവൻ നേടിയെടുത്തവനാം, മനുഷ്യത്വം പഠിച്ചവനാ, ഒരു പച്ചയായ നല്ല മനുഷ്യനാവൻ. ആ നല്ല മനുഷ്യനെ നോമ്പ് തുറപ്പിച്ചു നമ്മൾ. റമദാൻ കൊണ്ട് സംസ്കരണം കിട്ടിയവനെ നോമ്പ് തുറപ്പിച്ചു. കിട്ടുന്ന പ്രതിഫലം എത്രയാ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധമല്ലേ. അള്ളാഹുവിന്റെ ഹബീബ് ഏറെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് ഭക്ഷണം കൊടുക്കല്. ഒരു മരണമുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മരിച്ച വീട്ടിൽ 3 ദിവസം ഭക്ഷണം കൊടുക്കാറുണ്ട്. കണ്ണ് പോകുന്ന ദിവസമാണിത്. കണ്ണ് പോക്കെന്ന് പറയാറുണ്ട്. 5-ന്റെ അന്നും അതുപോലെ 7-ന്റെ അന്നും ചിലപ്പോൾ 11-നും 40-നുമൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ ഉണ്ടല്ലേ? ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ കൃത്യമായി പറഞ്ഞു, ഖുർആൻ ഖത്മ ഓതിയാൽ അത് ദുആ ചെയ്യാൻ ഒരു മരണശേഷം 3 കഴിഞ്ഞാൽ 5, 7, 40 പോലെയുള്ള ദിവസങ്ങളെ തെരഞ്ഞെടുക്കാം. ആ ഖത്മ തീർത്തുകൊണ്ട് ഒരു ദുആ ചെയ്യുന്നിടത്ത് എന്റെ വാപ്പാക്ക് ഞാൻ കൊടുക്കാണ് ഖബറിലേക്ക് ഈ സദഖ. നമ്മുടെ മരിച്ചുപോയ വാപ്പ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ആ വാപ്പാക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കേണ്ടതില്ല. മരണപ്പെട്ടു പോയ ഉമ്മാനെ ഇനി ആശുപത്രിയിൽ കൊണ്ടുപോയി പണം ചെലവാക്കേണ്ടതില്ല. പക്ഷെ മരിക്കുന്നവരെ നമ്മുടെ മരണം വരെ ആ വാപ്പാക്കും ഉമ്മാക്കും ഇനിയും ഖിദ്മ വേണം. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വരികയാണ്. ഇമാം അബൂ ദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്. പുന്നാര നബിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മ സഅദിൻ മാതത്. സഅദിന്റെ ഉമ്മ മരിച്ചു നബിയേ. സഅദിന്റെ ഉമ്മ മരിച്ചു നബിയേ. ഫഅയ്യു സദഖതി അഫ്ളലു. സഅദിന്റെ മരിച്ചുപോയ ഉമ്മാക്ക് സഅദ് ചെയ്യേണ്ട ഏറ്റവും നല്ല സദഖ ഏതാ നബിയേ? റസൂലുള്ളാഹി ഇന്നത്തെ വഹാബികളെ പോലെ പറഞ്ഞു,
മരിച്ചോര് പോയി, എന്തിനാ കാശ് കളയുന്നത്? മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്താൽ കൂലി കിട്ടില്ല എന്ന് പറഞ്ഞില്ല. പുന്നാര നബി തങ്ങൾ പറഞ്ഞു, മോനെ സഅദേ, അൽമാ, മരിച്ചുപോയ വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സദഖ അത് വെള്ളമാ. ഏറ്റവും നല്ലത് തന്നെ കൊടുക്കണമല്ലോ, ഏറ്റവും നല്ലത് വെള്ളമാ. എന്നെ കേൾക്കുന്ന ഈ സദസ്സിൽ തടിച്ചുകൂടിയ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളാണ് നിങ്ങളുടെ വീട് കൈകാര്യം ചെയ്യുന്നവര്. വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വന്നാൽ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം നിങ്ങൾ കൊടുക്കുന്നു, ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുക്കുന്നു. അത് സ്വന്തം ഭർത്താവിന് കൊടുത്താലും വിളമ്പിക്കൊടുക്കലും സദഖയാണല്ലോ. വിളമ്പിക്കൊടുക്കൽ സദഖ എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. നീ വിളമ്പിക്കൊടുക്കലും സദഖയാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ആ വിളമ്പിക്കൊടുക്കൽ സദഖയായി വരുമ്പോൾ നീ വിളമ്പുകയല്ലേ, വീട്ടിലെ ഗ്ലാസിൽ കട്ടൻ ചായ വിളമ്പുകയല്ലേ? ആ വിളമ്പിക്കൊടുക്കൽ സദഖയാണ് എങ്കിൽ ഏറ്റവും കൂലിയുള്ള സദഖയാണ് ഭക്ഷണവും വെള്ളവും. അത് ദാനം ചെയ്യുമ്പോ നിന്റെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ കരുതിക്കൂടെ? പാത്രത്തിൽ വിളമ്പിക്കൊടുക്കൽ സദഖ. ചായ കൊടുക്കുമ്പോ മനസ്സിൽ കരുതിക്കോ, യത്തീംഖാനയുടെ പിരിവിന് വന്ന മൊയ്ലാരുട്ടിക്ക് ചായ കൊടുക്കാൻ പോവാ, എന്റെ വാപ്പാക്ക് എന്റെ കൂലി കിട്ടണമല്ല, സംഗതി കാശ് കൊടുക്കാനില്ല, എന്നൊരു ചായ ആവട്ടെ. അങ്ങനെ ഉണ്ടായിരുന്നു. എന്റെ ഉമ്മ പറയാറുണ്ട്, റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മാവിന്റെ കൊമ്പ് പോകുന്ന വാഹനങ്ങൾക്ക് അസൗകര്യമാകുമ്പോ അത് വെട്ടിക്കളയട്ടെ എന്ന് ചോദിക്കുമ്പോ പറയാറുണ്ട്, മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ കല്ലെറിയുന്നതാ, അത് കളയേണ്ടതില്ല. ഏത് ആ മാവും കൊമ്പേല് മാങ്ങ ഉണ്ടായ കുട്ടികളടക്കം കല്ലെറിഞ്ഞ് ചാടിക്കാറുണ്ട്. അത് അങ്ങനെയെങ്കിലും ആ കുട്ടികൾക്ക് അത് ഉപകാരവും, അവർക്ക് കഴിക്കാൻ. അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ആഹാരങ്ങൾ അങ്ങുമിങ്ങും പങ്കുവെക്കുന്ന പതിവുണ്ടായിരുന്നല്ലോ. ഇന്ന് അണുകുടുംബങ്ങളിൽ മതിൽക്കെട്ടിന്റെ അകത്ത് അതില്ലാതെ പോകുമ്പോ, ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് മുന്നിലിരിക്കുമ്പോ, ഹജ്ജത്തുൽ വദാഇന്റെ പ്രോജ്വലമായ പ്രഭാഷണം നടക്കുമ്പോ മഹാനായ അബൂ ഉമാമ തങ്ങൾ മുന്നിലുണ്ട്. ഫഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഫീ ഖുതുബതിഹി ആമ ഹജ്ജത്തുൽ വിദാ. ഹജ്ജത്തുൽ വിദാഇന്റെ പ്രോജ്വല പ്രഭാഷണം പുന്നാര പൂമാന്റെ അതിര കുസുമങ്ങൾക്കിടയിൽ നിന്നും അടർന്നു വീണത് ഞാൻ കേട്ട് മതിവോളം ആസ്വദിച്ചതാ. ഞാനെന്ന് ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞു, ലാ തുൻഫിഖു ഇംറഅത്തുൻ മിൻ ബൈതി സൗജിഹാ. ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന ഭാര്യ എന്ന സഹോദരി, നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഒന്നും നിന്റെ സ്വാതന്ത്ര്യത്തിൽ ദാനം ചെയ്തു തീർക്കല്ലേ, നിനക്കതിന് അനുവാദമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഒന്നും നീ എടുത്ത് ദാനം ചെയ്യാൻ പാടില്ല, നിനക്കതിന് അനുവാദമില്ല. ഇതങ്ങ് തീരുന്നതിന് മുന്നേ, ഈ വചനം പൂർണ്ണമാകുന്നതിന് മുന്നേ ഒരു സഹാബി എഴുന്നേറ്റു. ഖീല, സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് വലത്ത്ആം, ഭക്ഷണം ദാനം ചെയ്യണ്ടെന്നങ്ങ് പറഞ്ഞോ? ഭക്ഷണം ദാനം ചെയ്യണ്ട എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചത്. നബിയെ, ഈ മുഹാജിറുകളായ ഞങ്ങളുണ്ടല്ലോ, ഇവിടെ വന്നപ്പോ അൻസാറുകളായ മദീനക്കാരായ സ്വഹാബികളുടെ പ്രിയപ്പെട്ട ഭാര്യമാര്, ഉമ്മമാര്, സഹോദരിമാരവർ തരുന്ന ഭക്ഷണം കഴിച്ചവരാ ഞങ്ങള്. ഇപ്പോഴും ഞങ്ങൾ അവരുടെ അടുക്കളയിൽ ഒരു വിഹിതം പറ്റുന്നവരാ. സഹോദരിമാര് ഭക്ഷണം കൊടുക്കുന്നതിന് അങ്ങ് തടയുമോ നബിയെ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ തടസ്സം പറഞ്ഞിട്ടില്ല പെണ്ണേ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ തടസ്സം പറഞ്ഞിട്ടില്ല. കാരണം ഭക്ഷണം ദാനം ചെയ്യേണ്ടത് തന്നെയാണ്, ഭക്ഷണം ദാനം ചെയ്യേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ട്? അല്ലാഹു തന്ന നമ്മുടെ സമ്പത്തിൽ ദാനം ചെയ്യാൻ ഏറ്റവും നല്ല സമ്പത്ത് നീ അന്വേഷിക്കുന്നുവെങ്കിൽ അത് ഭക്ഷണം എന്ന് മുഹമ്മദ് മുസ്തഫ. പട്ടിണിയെ പറഞ്ഞത് ഈ ഭക്ഷണത്തിന്റെ മഹത്വം അറിയാൻ, പട്ടിണി കിടന്ന റമദാനിൽ ഈ ഭക്ഷണത്തിന്റെ മൂല്യം അറിയാൻ മഹാനായ ഇർബാദ് ഇബ്നു സാരിയ പുന്നാര നബിയുടെ സദസ്സിലിരിക്കാൻ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസ് കാണാം. അപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ സഖറ റജുലു ഇംറഅതഹു ഉജിറ,
ഭർത്താവ് ഭാര്യയ്ക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ ആ ഭർത്താവിന് സദഖയുടെ കൂലി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു തീരുന്നതിന് മുന്നേ ഫഖാമ ഇല ഇംറഅതിഹി, മഹാനവറുകൾ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കലേക്ക് ഓടി. ആ സഹോദരി വീട്ടുജോലി ചെയ്യുന്നതിന്റെ തിരക്ക് പ്രിയപ്പെട്ടവളെ പിടിച്ചിരുത്തി. എന്നിട്ട് ഓടിപ്പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്നു കുടിക്കാൻ ആവശ്യപ്പെട്ടു. സഹോദരി ചിരിച്ചു. എന്നാലും ഭർത്താവ് പറഞ്ഞതല്ലേ വെള്ളം കുടിച്ചു. കുടിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, ലിമഹാദാ, എന്തിനു വേണ്ടിയാ ഇങ്ങനെ ചെയ്തത്? ഫഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഖറ റജുലു ഇംറഅതഹു ഉജിറാ, ഭർത്താവ് ഭാര്യയ്ക്ക് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്താൽ ഭർത്താവിന് സദഖയുടെ കൂലി നബി മുഹമ്മദ് മുസ്തഫ. അവിടെ ചിരിക്കണ്ട്. എന്റെ കെട്ടിയോൻ വരണ്ടായിരുന്നു ഇന്ന് വഴുത് വെക്കാൻ ഇന്നല്ലേ, നഷ്ടായി പോയി. ഭക്ഷണം ദാനം ചെയ്യല് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഉണ്ടല്ലോ ഹദീസ്, അൻ തൗബാൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി അഫ്ളലു ദീനാനി യുൻഫിഖുഹു റജുലു അലാ ഇയാലിഹി, ഒരു മനുഷ്യൻ ചെലവ് ചെയ്യുന്ന ഏറ്റവും പ്രാധാന്യമുള്ള സദഖ ഏതെന്നറിയുമോ? വീട്ടിലേക്ക് അരിയും ചില്ലുവാനും വാങ്ങാൻ വേണ്ടി പലചരക്ക് കടയിൽ ചെലവ് ചെയ്ത പണം, അവിടുത്തെ പറ്റുപടി തീർത്ത പണമാണ് ഏറ്റവും വലിയ സദഖ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീട്ടുവേലയിൽ കൂടണം, അടുക്കളയിൽ സഹായിക്കണം, ഇതെല്ലാം ഹബീബിന്റെ ജീവിതത്തിലുണ്ടായതാ. ഭാര്യയ്ക്ക് വെള്ളമെടുത്തു കൊടുക്കണം, സദഖയാണ്. പുന്നാര നബി തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ അടുക്കള ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. സ്വന്തം വസ്ത്രം കഴുകുമായിരുന്നു, സ്വന്തമായി ചെരുപ്പ് തുന്നുമായിരുന്നു, വീട് വൃത്തിയാക്കുമായിരുന്നു, അടുക്കളയിൽ സഹായിക്കുമായിരുന്നു. ബാങ്കിന്റെ അമരധ്വനി കേട്ട് കഴിഞ്ഞാൽ മഹാനവറുകൾ പള്ളിയിലേക്ക് പോകുമായിരുന്നു. നബി മുഹമ്മദ് മുസ്തഫ. ഈ രീതിയിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിന് നമ്മൾ ചെലവ് ചെയ്യുന്നത് സ്വർഗത്തിന് വേണ്ടിയാ. ഭക്ഷണം കൊടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ട അമലാണ്, റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമുള്ള അമലാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ആ സദസ്സിൽ ഭക്ഷണം വിതരണം ചെയ്ത എത്രയെത്ര ചരിത്രങ്ങളാ. ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിൽ കാണാം, ഒരിക്കൽ പുന്നാര നബിയുടെ മുന്നിലേക്ക് ഒരൽപ്പം പാല് കൊണ്ടുവന്നു കുടിക്കാൻ വേണ്ടി. റസൂലുള്ള കുടിച്ചു, എന്നിട്ട് സദസ്സിൽ വിതരണം ചെയ്തു. വിതരണം ചെയ്യുമ്പോൾ യാദൃച്ഛികമായി അന്ന് നബി തങ്ങളുടെ ഇടതുവശത്ത് അബൂബക്കർ സിദ്ദീഖ്, സാധാരണ വലതുവശത്താ വരാറ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വലതുവശത്തുനിന്ന് ഒരു അഅ്റാബിയായ സ്വഹാബി വന്നുപോയി. പുന്നാര നബി തങ്ങൾക്ക് ഇഷ്ടം ഇടതുവശത്തിരിക്കുന്ന അബൂബക്കർ ആദ്യം കുടിക്കണമെന്നാണ്. പക്ഷേ ഒരു സദസ്സിൽ വിതരണം ചെയ്യണമല്ലോ, അതബിനെ കുറിച്ച് പറയുന്നിടത്ത് മഹാന്മാർ ഈ ഹദീസ് തെളിവ് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇടതുവശത്തിരിക്കുന്ന അബൂബക്കർ തങ്ങൾക്കല്ല കൊടുത്തത്, വലതുവശത്തിരിക്കുന്ന അഅ്റാബി സ്വഹാബിക്കാ കൊടുത്തത്. അപ്പോൾ ആ സദസ്സിൽ അഷ്റഫുൽ ഖൽഖ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മഹാനുണ്ടായിട്ടും ഏറ്റവും അവസാനം കുടിക്കേണ്ടി വന്നു. അങ്ങനെയാണല്ലോ, അങ്ങനെ കറങ്ങി വരുമ്പോ അവസാനം. ജീവിതത്തിൽ ഭക്ഷണം ദാനം ചെയ്യൽ വലിയ മഹത്വം. അടിയന്തരവും കല്യാണമൊക്കെ നടത്തും, നിയ്യത്ത് വെക്കണം. പടച്ചോനെ, എന്റെ വാപ്പാക്ക് പ്രിയപ്പെട്ട ഈ സദഖ ഞാൻ കരുതാ. നമ്മൾ കരുതണം. എന്തിനേറെ പൂച്ചക്ക് വെച്ചു കൊടുക്കുന്ന ചോറിന് പോലും നിയ്യത്ത് വെക്കണം. അല്ലാഹുവേ, ഇതൊരു സദഖയാണല്ലോ അല്ലാ. വേനലിന്റെ കൊടുംചൂടിലും നമ്മൾ തണുത്ത വെള്ളം വീടിന്റെ ഉമ്മറത്ത് വെക്കുന്നു പക്ഷിപ്പറവകൾക്ക് വേണ്ടി. നിയ്യത്ത് വെക്കണം. ഇതിന്റെ ഒരു തുള്ളി ഒരു പക്ഷി കുടിച്ചാൽ എന്റെ ഉപ്പാക്ക് അതിന്റെ കൂലി കിട്ടണേ. വീട്ടിലേക്ക് അരിയും പലചരക്കും വാങ്ങിക്കൊണ്ടുവരുമ്പോൾ, മക്കൾക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവരുമ്പോ നിയ്യത്ത് വെച്ചോ, പടച്ചോനെ എന്റെ കുഞ്ഞുങ്ങൾ ഇത് കഴിച്ചാലും എനിക്ക് കൂലി കിട്ടണേ അല്ലാ. ആ പൊതിയൊഴിച്ചിട്ട് വിളമ്പി കൊടുക്കുന്ന ഉമ്മ, സഹോദരി, പെങ്ങളെ, നീയും നിയ്യത്ത് വെച്ചോ, ഇത് ആര് കഴിച്ചാലും എനിക്ക് കൂലി കിട്ടണേ. റമദാൻ ഇതൊക്കെ പറയുന്നുണ്ട്. ഭക്ഷണത്തിന്റെ വിലയെക്കുറിച്ച് പറയുന്നു, വിശപ്പിന്റെ വിലയെക്കുറിച്ച് പറയുന്നു.
നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുതിയ പുതിയ മാറ്റങ്ങൾ വരികയാണ്. നിങ്ങൾക്കറിയുമോ, ഇസ്രായേലി സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമായി ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ വ്യഭിചരിച്ച് ക്ഷീണിതയായ ഒരു പെണ്ണ് നടന്നു വരുന്നു. ഇമാം ബുഖാരി ഇവിടുത്തെ സ്വഹീഹിൽ ഹദീസ് പറയുന്നുണ്ട്. ആ പെണ്ണ് നടന്നു വരുമ്പോൾ കിണറിന്റെ വക്കിലൂടെ നാവ് തൂക്കിയിട്ട് ദാഹം സഹിക്കാവതല്ല ഒരു നായ വട്ടമിട്ടപ്പോ ദാഹിച്ചിട്ടാണെന്ന് തിരിച്ചറിഞ്ഞ പെണ്ണുണ്ടല്ലോ, ഫനസഅത് ഖുഫഹാ, അവളുടെ കാലിലുള്ള ഖുഫ അഴിച്ചിട്ട്, അവളുടെ കാലിലുള്ള ഷൂ അഴിച്ചിട്ട്, ഫഔസഖത്ഹു ബിഖിമാരിഹാ, അവളുടെ ചുരിദാറിന്റെ ഷാള് കൊണ്ട് വള്ളി കെട്ടിയിട്ട് കിണറിലേക്ക് ഇറക്കിയിട്ട് ആ നായക്ക് കുടിക്കാനുള്ള വെള്ളം അവൾ കോരി കൊടുത്തതിന്റെ പേരിൽ ഫഗഫറല്ലാഹു ലഹാ ബിദാലിക, അല്ലാഹു ആ പെണ്ണിന് പുറത്തു കൊടുത്തു. അവൾ സ്വർഗ്ഗത്തിലാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി ലോകത്തേക്ക് വന്ന മഹാന്മാരുണ്ടല്ലോ, അവർ മുഴുവനും ആടുമേച്ചവരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആടുമേക്ക എന്നതൊരു ക്വാളിറ്റിയാണ്. ആടുമേക്ക എന്നതൊരു ക്വാളിറ്റിയാ. ലോകം കണ്ട പ്രവാചകരിൽ മഹാനാണല്ലോ സയ്യിദുനാ മൂസ. മാനവകുലം കണ്ട മൂന്നാമത്തെ മഹാൻ. അള്ളാഹുവിന്റെ ഖുർആനിലെ 124 ആയത്തുകളിൽ ഖുർആൻ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ 136 വട്ടം പേര് പറഞ്ഞ മഹാൻ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. ആടുമേച്ചു വർഷങ്ങളോളം. ശുഐബ് നബിയുടെ ആട്ടിടയനായി ജോലി ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഖീറാത്തുകൾ പണമായി, ചില ഖീറാത്തുകൾ കൂലിയായി ഖുറൈശികൾക്ക് മുമ്പ് കാലത്ത് ആടുമേച്ച കഥ സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി ആടുമേച്ചപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ കാണാതെ വന്നപ്പോ കരഞ്ഞുപോയി. സ്നേഹമാണ്, സ്നേഹമാണ്, സ്നേഹമാണ്. മൂസാ നബിയുടെ കണ്ണ് വെട്ടിച്ച ആട്ടിൻകുട്ടി അല്പം അങ്ങോട്ട് മാറി നിന്നിട്ട് പുല്ല് തിന്നുന്നു. കുറെ നേരം അന്വേഷിച്ചു. നമ്മുടെ ആടാണാ പോയെങ്കിൽ നമ്മൾ പറയും, ആടിനെ കാണുമ്പോ തന്നെ എങ്ങനെയും ആ പെരുന്നാളായാൽ മതിയായിരുന്നു നിന്നൊന്ന് കണ്ടിക്കാൻ, അല്ലേ, നിന്നൊന്ന് അറക്കാൻ എന്ന് പറയും. നമുക്ക് അങ്ങനെയാ നമ്മുടെ ഫീലിങ്സ്. ഇവിടുത്തെ കാര്യമില്ലട്ടോ പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ നോക്കണമെന്ന് എനിക്ക് പേടിയായിട്ട് ഓടില്ല. അങ്ങനെയല്ലേ പറയാ. മുസനബി പറഞ്ഞത്, ഞാൻ മുഖേന നീ യതീമായോ, നീ ഒറ്റപ്പെട്ടോ, നീ തനിച്ചായതിൽ നിനക്ക് മുഷിപ്പ് തോന്നിയോ എന്ന് പറഞ്ഞിട്ട് ആടിനെ പിടിച്ച് മടിയിലിരുത്തി തല ഒന്ന് തലോടി കൊടുത്തത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ പേരിലായിരിക്കാം ഖലീം എന്ന പദവിയിലെത്തിയതെന്ന് പോലും മഹാന്മാർ ചർച്ച ചെയ്യാം. ഒരു പശുവിനെ കറക്കുന്ന മനുഷ്യൻ നഖം വെട്ടണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മക്കം ഫത്ഹിന്റെ ആഘോഷ ആരവങ്ങൾ. സ്വഹാബത്ത് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഓടുകയാ. അന്ന് ഓടാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു നബി മുഹമ്മദ് മുസ്തഫ. 10 കൊല്ലം എത്തി പോകുന്നവരുണ്ട്, 12 കൊല്ലം മുമ്പ് പോന്നവരുണ്ട്. ചില സ്വഹാബികൾ ഹബീബായ നബി തങ്ങൾ ഹിജറ വരുന്നതിന്റെ 2 കൊല്ലം മുമ്പ് പോയവരുണ്ട്. ചിലർ എത്യോപ്യയിലേക്ക് പോയിട്ട് അവിടുന്ന് പിന്നെ ആ വഴി മദീനയിൽ വന്നവരുണ്ട്. മക്കം ഫത്ഹിന്റെ ആഘോഷ ആരവങ്ങൾ സന്തോഷത്തോടെ ഓടാണ്. സന്തോഷത്തിന്റെ ഓട്ടത്തിൽ പലതും മറന്നു പോവാറുണ്ടല്ലോ. സന്തോഷത്തിന്റെ ഓട്ടമുണ്ടാവാറുണ്ടല്ലോ. സന്തോഷത്തിന്റെ ഓട്ടമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പേടിച്ചു ഓടാറുണ്ട്, സന്തോഷം കൊണ്ട് ഓടാറുണ്ട്. വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസ് ഇലാ റബ്ബിഹിം യസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. എല്ലാവർക്കും അറിയാലോ ഈ ആയത്ത്. ഖബറിൽ നിന്നും ഇസ്രാഫീലിന്റെ ഊത്ത് കേട്ടിട്ട് ഓടുന്ന 2 വിഭാഗമുണ്ട്. ഒന്നാമത്തെ വിഭാഗം പേടിച്ചരണ്ടു പോകുന്നവർ, അതിലല്ല നമ്മെ പെടുത്താതിരിക്കട്ടെ. ഓടാണ് രണ്ടാമത്തെ വിഭാഗവും. അവര് പറയുകയാണ്, ഹാദാ മാ വഅദർ റഹ്മാൻ, റഹ്മാനായ തമ്പുരാൻ വഅദ ചെയ്ത സന്തോഷമാ വന്നിട്ടുള്ളത്. വസദഖൽ മുർസലൂൻ,
മുർസലീങ്ങൾ സത്യമാണെന്ന് പറഞ്ഞതാ വന്നിരിക്കുന്നത്. സ്വർഗം കാണാൻ തിടുക്കം, ഹിസാബ് എളുപ്പമായി മഹ്ശറ താണ്ടാൻ, സിറാത്തിലൂടെ അപ്പുറം കടക്കാൻ, അല്ലാഹുവിന്റെ ലിഖായിലെത്താൻ, ഹൗദുൽ കൗസർ എന്ന് കുടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി ഓടുന്ന ഓട്ടമാ രണ്ടാമത്തെ ഓട്ടമെന്ന് പരിശുദ്ധ ഖുർആൻ. സന്തോഷത്തിന്റെ ഓട്ടം കണ്ടിട്ടുണ്ട് ഇപ്പൊ അടുത്തെവിടെയും. നാളെ മദ്രസന്റെ ഉസ്താദെ മദ്രസ പൂട്ടിയാ. അപ്പൊ ഇനിയിപ്പോ നോമ്പും പെരുന്നാളും കഴിഞ്ഞ സന്തോഷത്തിന്റെ ഓട്ടം കാണാൻ മദ്രസ വിടുമ്പോ ആ വരാന്തയിൽ നിന്നിട്ട് ജനലിന്റെ ഇടയുടെ ഒന്ന് നോക്കിയാൽ മതി. മദ്രസ തുടങ്ങി തീരുന്ന സമയം ഇനി ചായ കുടിക്കാൻ പോവാ, ക്ഷീണിതന, ഒന്നും കഴിച്ചല്ല, കിടക്കപ്പായെന്ന് പോകുന്ന കൊച്ച. പക്ഷെ ആ 2ാം ക്ലാസ്സിലേക്ക് ഒന്ന് നോക്കണം. സ്വലാത്ത് ചൊല്ലുമ്പോ 1000 കുതിര ശക്തി എന്നൊക്കെ പറയാതെ ഈ ഭാഗത്തേക്കുള്ള ഞരമ്പൊക്കെ ഒന്ന് ശരിക്കും കാണാൻ പറ്റും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്നിട്ടൊരു ഓട്ട ഉസ്താദ് എങ്ങനെ ഇപ്പുറത്തേക്ക് നോക്കിയാൽ മൂപ്പര് ചാടി ഓടും. അത് സന്തോഷത്തിന്റെ ഒരു ഓട്ടാണ്. ഈ സന്തോഷത്തിന്റെ ഓട്ടം ഓടി സ്വഹാബികൾ, മുന്നിൽ പോയ സ്വഹാബി ഓടാണ് മക്ക കാണാൻ, കുടുംബം കാണാൻ. മക്ക വിജയിച്ചു, സന്തോഷം. ആധികാരികമായി നെഞ്ചു വിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാമിനി സന്തോഷിച്ച് ഓടാ കഅബ കാണാൻ. ആ സമയത്ത് മുന്നിൽ പോയ സ്വഹാബിയെ പിടിച്ചു നിർത്താൻ റിസാലത്തിന്റെ കണ്ണുകൊണ്ട് പിന്നീന്ന് കണ്ട റസൂൽ എന്ന് പറഞ്ഞു, നിൽക്കണേ മോനെ. എന്തുകൊണ്ടെന്നറിയുമോ? വഴിയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന പാറയുടെ തണലിൽ ഒരു നായ പ്രസവിച്ച് കിടക്ക. അതിന്റെ കുഞ്ഞുങ്ങൾ തത്തിക്കളിക്കുന്ന തണലിൽ നീ അതിശീഘ്രം നിന്റെ കുതിരയെ പായിച്ചു കൊണ്ടുപോകുമ്പോ ആ കുതിരയുടെ കുളമ്പടിയിൽ നിന്നും തെറിച്ചു വീഴുന്നതായ മണൽത്തരികൾ നായ്ക്കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വീണാൽ അതുപോലും അപരാധം കരുണയാ നബി മുഹമ്മദ് മുസ്തഫ. കരുണയും സ്നേഹവും സഹാനുഭൂതിയും ഖൽബിലേക്ക് വരുമ്പോ, ഒരു നല്ല മുത്തഖിയായ മനുഷ്യനായി മാറുമ്പോ, നമ്മുടെ മനസ്സങ്ങ് തെളിയുമ്പോ നോമ്പുകൊണ്ട് ഫലമുണ്ടാവുകയാ. ആട് മേച്ച അമ്പിയാക്കൾ മുഴുവനും അങ്ങനെ നട്ടുവളർത്തിയവരല്ലേ നമ്മൾ. നട്ടുവളർത്തിയതിൽ തിന്നാനുള്ളത് പെരിച്ചാഴി കഴിച്ചാലും കൂലിയാ, കള്ളൻ കൊണ്ടുപോയാലും കൂലിയാ. സ്വഹീഹ് മുസ്ലിം അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസ ഇല്ലാ കാന മാ ഉകില മിൻഹു ലഹു സദഖ. നമ്മൾ നട്ടത് ആരെങ്കിലും അതിൽ നിന്നും കട്ട് തിന്നാൽ, അതിൽ നിന്നും ആരെങ്കിലും തിന്നാൽ, ഏതെങ്കിലും ജീവി തിന്നാൽ, വമാ സുരിഖ മിൻഹു ലഹു സദഖ, കട്ട് തിന്നാലും സദഖയാണ്. വമാ അഖല സബഉ മിൻഹു ഫഹുവ ലഹു സദഖ, വന്യജീവികൾ കഴിച്ചത്, മൃഗങ്ങൾ കഴിച്ചത്, പക്ഷികൾ കൊത്തിത്തിന്നതെല്ലാം സദഖയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പണ്ടൊക്കെ പാടാറുണ്ടല്ലോ, കള്ളൻ കട്ടോട്ടെ കൊണ്ടോയി തിന്നോട്ടെ, കണ്ടാലാരും മിണ്ടണ്ട, കൂലിയുണ്ട്. അങ്ങനത്തെ പാട്ട് കേട്ടിട്ടില്ല നിങ്ങള്? അങ്ങനെ കേട്ടിട്ടുണ്ടോ? എന്റെ വല്യമ്മ പാടാറുണ്ടായിരുന്നു. കള്ളം കട്ടോട്ടെ കൊണ്ടോയി തിന്നോട്ടെ, തിന്നലാണോ കൂലിയുണ്ട്, ഉജിറ. ഇത് എവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയാൽ ഉജിറ, തൊണ്ട വിട്ട് താഴെ ഇറങ്ങിയാൽ പ്രതിഫലം ഉറപ്പെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നാൽ ആ വിരുന്നുകാരൻ ഭക്ഷണം കഴിക്കുന്ന ദിവസം, പ്രത്യേകിച്ച് ആ സമയത്ത് സമ്പാദ്യത്തിൽ ഹിസാബില്ല. നബി മുഹമ്മദ് മുസ്തഫ വിരുന്നുകാരൻ വന്നാൽ അറുത്ത് ഭക്ഷണം കൊടുക്കണമെന്ന അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത്. അതിഥിക്ക് സൽക്കരിക്കുന്നതിനാരെങ്കിലും അറക്കുന്ന പക്ഷം സോദരാ എന്തെങ്കിലും നരകത്തിനെ തോട്ടത് ഫിദാ ആണെന്ന് ഹാക്കിം റിവായത്താൽ ഹദീസിൽ വന്ന്. അറക്കണം, ഇറച്ചി കൊടുക്കണം വിരുന്നുകാരൻ വന്നാൽ. ആ മാംസകഷ്ണങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ മാംസകഷ്ണങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് തുല്യം.
وَلَقَدْ جَاءَتْ رُسُلُنَا إِبْرَاهِيمَ بِالْبُشْرَى قَالُوا سَلَامًا قَالَ سَلَامٌ فَمَا لَبِثَ أَن جَاءَ بِعِجْلٍ حَنِيذٍ فَلَمَّا رَأَى أَيْدِيَهُمْ لا تصل إليه نكرهم وأوجس منهم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط وامرأته قائمة فضحكت فبشرناها بإسحاق ومن وراء إسحاق يعقوب قالت يا ويلتى أألد وأنا عجوز وهذا بعلي شيخا. മനോഹരമായി ഖുർആൻ പറയാ, വിരുന്നുകാർ വന്നു സയ്യിദുനാ ഇബ്രാഹിം. ഉറക്കെ പറയൂ, സയ്യിദുനാ ഇബ്രാഹിം ചെറിയ ആളൊന്നുമല്ല. ഒരു നേരം വിരുന്നുകാരനില്ലെങ്കിൽ ആ നേരം ഭക്ഷണം കഴിക്കൂല. വിരുന്നുകാരായി പള്ളിയിൽ വരുന്ന മുസാഫിറിനെ വിളിച്ചു കൊണ്ടുവന്ന ഉപ്പ മരിച്ചവരുണ്ടല്ലോ. വെള്ളിക്കുളങ്ങര പള്ളിയിൽ ഏതെങ്കിലും ഒരു മുസാഫിർ വന്നാൽ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നല്ലോ. പണ്ട് ദറസുള്ള പള്ളികളിൽ ഒരു മുത്തഅല്ലിം ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വന്നിരുന്നല്ലോ. വിരുന്ന് വലിയ മഹത്വമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു വീട്ടുകാരനെ അല്ലാഹു ആദരിക്കലാ വിരുന്ന്. ഭക്ഷണമല്ലേ അവിടെ സൽക്കരിക്കപ്പെടുന്നത്. കേട്ടോളൂ, ഒരു ഹദീസ് പറയട്ടെ. ഒരു വിരുന്നുകാരൻ നമ്മുടെ വീട്ടിൽ അന്നമുണ്ണാൻ വരുന്നുവെങ്കിൽ ആ വിരുന്നുകാരൻ വരുന്നതിന്റെ 40 ദിവസം മുമ്പ് ആ വീട്ടിലേക്ക് അവൻ കഴിക്കേണ്ട ഭക്ഷണവുമായി മലക്ക് വന്നു കഴിഞ്ഞേ നബി മുഹമ്മദ് മുസ്തഫ. മലക്ക് വരുന്നത് നമ്മൾ കണ്ടില്ല. സുനാമി വരുന്നതിന്റെ ദിവസങ്ങൾക്ക് മുന്നേ 4 കാലി മൃഗങ്ങൾ പല നിലക്കുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. അദാബ് അറിയാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. തുർക്കിയിലെ ഭൂകമ്പത്തിന്റെ CC ക്യാമറയിൽ കാണാമല്ലോ, കൃത്യമായി 50 സെക്കൻഡ് മുന്നേ, ഭൂമി കുലുങ്ങുന്നതിന് മുന്നേ കെട്ടിയിട്ട നായ കടന്ന് ഓരിയിടുന്നതും ഓടുന്നതും കണ്ടല്ലോ. ഖബറിലേക്ക് കൊണ്ടുപോകുന്ന മയ്യത്തിന്റെ വിലാപവാക്കുകൾ, ഖദ്ദിമൂനി അഖിറൂനി. നല്ല മയ്യത്ത് പറയും എന്നൊന്ന് വേഗത്തിൽ കൊണ്ടുപോവണേ, ചീത്ത മയ്യത്ത് പറയും എന്നൊന്ന് പതുക്കെ കൊണ്ടുപോവണേ. ഖബർ ഞെരുക്കമാ. ഞാൻ കിടന്ന കട്ടില് പോലെയല്ല, ഞാൻ കിടന്ന റൂം പോലെയല്ല. ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ഇല്ലാത്തവനാ ഞാൻ. അദാബ് ഭയക്കുന്ന, ഖബറിനെ ഭയക്കുന്ന മയ്യത്ത് പറയുന്നത് 4 കാലി മൃഗങ്ങൾ കേൾക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വിരുന്നുകാരന്റെ റിസ്ഖുമായി മലക്ക് വരുന്നത് കാണാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ നമ്മുടെ വീടിന്റെ മുൻവശത്ത് മാവിന്റെ ഉണങ്ങിയ ചില്ലയിൽ നിന്നും കാക്ക കരഞ്ഞത് ഒരു പക്ഷേ വിരുന്ന് വിളിച്ചതെന്ന് പറഞ്ഞത് വെറും വാക്കല്ല മൂമിനെ. നമ്മുടെ ഉപ്പ പറഞ്ഞത് അള്ള കൊടുത്ത മഅരിഫത്തിന്റെ വിവേകത്തിൽ പറഞ്ഞ വാക്കാ. ഉമ്മാമ പഠിപ്പിച്ചല്ലോ, കാക്ക വിരുന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മഅരിഫത്തിന്റെ വെളിച്ചം കിട്ടിയ വർത്തമാനമാ. നമ്മെ പോലെ ഹറാമ് കുമിഞ്ഞുകൂടിയ കാലത്തിൽ ജീവിക്കാത്തവരുടെ വാക്കുകൾക്ക് വിലയുണ്ട്. ഒരു പൂച്ച വന്ന് മുഖം കഴുകിയപ്പോഴും ഒരാള് പറഞ്ഞത് വിരുന്നുകാരൻ വരാനുള്ളതാ. ഇനി നാളെ വേറെ വല്ലതും കണ്ടിട്ട് വിരുന്നിന് വരണ്ടെന്ന് പറയട്ടാ. എന്റെ മുന്നിൽ വന്ന ഉദാഹരണം പറഞ്ഞതാണ്. ഒരു വിരുന്നുകാരൻ വന്നു. ആ വിരുന്നിൽ പോലൊക്കെ ഇന്നൊരു ഹോബിയാ. എനിക്ക് മദ്രസ ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് അത് വല്ലാതെ അറിയില്ല. ചില ഉസ്താദ്മാരോട് ചോദിച്ചറിയാം. വിരുന്നിന് ചില പിള്ളേരൊക്കെ ഒരു പോക്ക അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മക്കത്തുനിന്ന് മദീനത്തേക്ക് ഹിജറ പോയ കഥ ഓർമ്മ വരും. ഒരു പോക്കാ, ഒരു 1.5 പോക്കെന്ന് പറയും. എന്നിട്ടൊരു 10-12 ദിവസം കഴിയുമ്പോൾ ഒരു നീണ്ട കത്തായിട്ട് വരും. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, ഈ 15 ദിവസം കാണാതെ പോകുന്നതിന്റെ രേഖ ഇതിലുണ്ട്. എന്താണ് അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും, വല്യാപ്പാടെ ബർത്ത്ഡേ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പോയേക്കായിരുന്നു. മൂത്താപ്പാടെ മാർഗ കല്യാണമായിരുന്നു, അതിന് പോയേക്കായിരുന്നു. ഇതൊക്കെ അതിന്റെ അകത്തുണ്ടാവും. ഇതായിട്ട് മദ്രസയിലേക്ക് വരും. ഈ വിരുന്നിന് ചെല്ലുന്ന വീട്ടിൽ നാത്തുമാരുണ്ടാവും. അവർക്കൊരു 2 ദിവസം കഴിയുമ്പോൾ ഈ വന്ന പാർട്ടി പോയില്ലെങ്കിൽ ഒരു അസ്വസ്ഥത.
നാത്തുമാരുണ്ട്. ഞാനൊരു ഹദീസ് പറഞ്ഞു തരാട്ടോ. ഹബീബായ നിബിതങ്ങൾ പഠിപ്പിച്ചു, ഒരാൾ വിരുന്നിന് പോയാൽ അയാളുടെ അവകാശം വിരുന്നെന്ന നിലയിൽ 3 ദിവസമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നാത്തുവിനോടും പിള്ളേരോടും പറയണം, 3 ദിവസമായി പോണില്ലേ, ഹദീസിലുണ്ടെന്ന് സഹൽ ഫൈസി വഴുതു പറഞ്ഞ് ഞാൻ കേട്ടതാ. നീ ഇതിപ്പോ പ്രശ്നാവോ? ഈ വിരുന്നിന് പോയ പാർട്ടി വീട്ടിൽ വന്നിട്ട് ആ വണ്ടിക്ക് തന്നെ ഒന്നും കൂടി തിരിച്ചു പോയാൽ പിന്നെയും 3 ദിവസം കിട്ടും. നമ്മൾ സൗദിയിൽ നിന്ന് വിസ പുതുക്കാൻ നാട്ടിൽ വന്ന പോലെ. അപ്പൊ അതൊന്ന് ബാലൻസ് ചെയ്യാതെ. വിരുന്ന് എന്നത് ഒരു മഹത്വമുള്ള കാര്യമാണ്. വിരുന്നിന് വന്നവനെ ആദരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. വിരുന്ന് ഭക്ഷണമാണ്. ഇബ്രാഹിം നബിയുടെ വിരുന്നുകാര് മലക്കുകളാണ്. മഹാനവറുകൾ തിരിച്ചറിഞ്ഞില്ല ഇത് മലക്കാണെന്ന്. ഖുർആൻ പറയുന്നു, ഒരു മൂരിക്കിടാവിനെ അറുത്ത് നല്ല ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് വന്നു കൊടുത്തു. മലക്കുകളായതുകൊണ്ട് ഭക്ഷണം കഴിക്കില്ലല്ലോ. ഇബ്രാഹിം നബിക്ക് ടെൻഷനായി. ഇത് മലക്കാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല മഹാൻ. എന്തുകൊണ്ട്? ആ നിലക്ക് നോക്കിയിട്ടില്ല. പക്ഷേ സാറ ബീവിക്ക് മനസ്സിലായി. 120 വയസ്സ് പ്രായമാണ് ഇബ്രാഹിം നബിക്ക്. ഇസ്മായിൽ എന്ന മകനുണ്ട്. അത് ഹാജർ റളിയല്ലാഹു അൻഹയില. വിരുന്നുകാർക്ക് ഭക്ഷണം കൊടുത്തതിന്റെ മഹത്വം. ഇബ്രാഹിം നബി 120 വയസ്സില് സാറ ബീവി പ്രസവിക്കാത്ത നിലയിലാണ്. 99 വയസ്സുള്ള സാറ റളിയല്ലാഹു അൻഹ ഈ മലക്കിന്റെ ഭക്ഷണം കഴിക്കാത്ത കൗതുകവും ഈ വൃദ്ധനായ മനുഷ്യൻ വിരുന്ന് സൽക്കരിക്കാൻ കാണിച്ച ഉത്സാഹവും ചിന്തിച്ചുകൊണ്ട് മഹദി അവர்கள் ചിരിച്ചുപോയി. ആ ചിരി അല്ലാഹു ഇഷ്ടപ്പെട്ടു. ആ സമയം അല്ലാഹു മഹദി അവர்களോട് പറഞ്ഞു, ഫബശ്ശർനാഹാ, അല്ലാഹു സന്തോഷ വാർത്ത അറിയിച്ചു. ബിസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. ഇസ്ഹാഖ് എന്ന കുട്ടി നിനക്കുണ്ടാവും. ഇസ്ഹാഖിന് ശേഷം അതിന്റെ തലമുറ പിന്നീട് വരുന്ന യാക്കൂബി പരമ്പരയുണ്ടാകും. സന്തോഷം അറിയിച്ചു. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, ഭക്ഷണ സൽക്കാരത്തിന്റെ ലാഘവത്തിൽ നോമ്പുതുറയെ കാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ നോമ്പുതുറ ഒരു വലിയ അമലാ. നോമ്പ് തുറപ്പിക്കുന്ന ആൾക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ പ്രതിഫലങ്ങൾ. നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്നും പുറത്തെടുത്തു, പാപങ്ങൾ പൊറുപ്പിച്ചു. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടുകയാ. ഇത് 3 10 കാരുണ്യം ആദ്യത്തെ 10, പാപം പൊറുപ്പിക്കല് 2ാമത്തെ 10, നരകമോചനം 3ാമത്തെ 10. നോമ്പ് തുറയിലൂടെ 3 കാര്യവും സാധ്യം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ പട്ടിണി കിടക്കുന്നു എന്ന തോന്നൽ ഒരിക്കലും റമദാൻ കൊണ്ട് നമുക്ക് ഉണ്ടാവാറില്ല. വിശപ്പിന്റെ വിലയെ ബോധ്യപ്പെടൽ റമദാനിന്റെ നോമ്പിൽ ആർക്കും അനുഭവമായിട്ടില്ല. അതുപോലെ തന്നെ ഭക്ഷണ സൽക്കാരത്തിന്റെ ലാഘവത്തിനപ്പുറം നോമ്പ് തുറ ഒരു അമലാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ നോമ്പും നോമ്പ് തുറയും ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ ഇനിയും സമയം വൈകിയിട്ടില്ല. ആലോചനകൾ കൊണ്ട് അല്ലാഹു ഉപകാരം നൽകട്ടെ. അറിവിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഹ്രസ്വമായ എന്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.